ഹലോ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് തെർമൽ പവർ പ്ലാന്റ് അല്ലെങ്കിൽ സ്റ്റീം പവർ പ്ലാന്റിനെ കുറിച്ച് ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ലെക്ചർ വീഡിയോയുമായിട്ടാണ്. നിങ്ങൾ ഏതൊരു ടെക്നിക്കൽ എക്സാം എടുത്തു കഴിഞ്ഞാലും ഒരു ഇലക്ട്രിക്കൽ എക്സാം ആണ് അത് വരുന്നതെങ്കിൽ സാധാരണയായിട്ട് ഈ തെർമൽ പവർ പ്ലാന്റ് അല്ലെങ്കിൽ സ്റ്റീം പവർ പ്ലാന്റ് രണ്ടും ഒന്ന് തന്നെയാണ് കേട്ടോ. തെർമൽ പവർ പ്ലാന്റ് എന്ന് പറയുന്നതും സ്റ്റീം പവർ പ്ലാന്റ് എന്ന് പറയുന്നതും ഒന്ന് തന്നെയാണ്. ഈ പറയുന്ന പവർ പ്ലാന്റുകളിൽ നിന്ന് ക്വസ്റ്റ്യൻസ് എന്തായാലും ഉണ്ടാവാറുണ്ട്. ഒരു ക്വസ്റ്റ്യൻ മിനിമം ആയിട്ടെങ്കിലും ഉണ്ടാവാറുണ്ട്. അത് കേരള PSC ആയാൽ തന്നെ കേരള PSCയുടെ ഡിപ്ലോമ ലെവൽ, ഡിഗ്രി ലെവൽ, ITI ലെവൽ പരീക്ഷകളാണെങ്കിലും ഇത്തരം ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട്. കേരള PSCയുടെ അസിസ്റ്റന്റ് എഞ്ചിനീയർ പരീക്ഷ ആയിക്കോട്ടെ, സബ് എഞ്ചിനീയർ ആയിക്കോട്ടെ, ഇനിയിപ്പം വരാൻ വേണ്ടി പോകുന്ന ട്രേഡ്സ്മാൻ അല്ലെങ്കിൽ ഓവർസിയർ പരീക്ഷകളായിക്കോട്ടെ, ഈ ഒരു പോർഷൻ നമ്മുടെ സിലബസിലുണ്ട്. അത് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് അല്ലെ ജലവൈദ്യുത നിലയങ്ങളെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തെർമൽ പവർ പ്ലാന്റിനെ കുറിച്ച് അല്ലെങ്കിൽ സ്റ്റീം പവർ പ്ലാന്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാമെന്ന് വിചാരിച്ചത്. എന്തായാലും നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആവും കേട്ടോ. നിങ്ങൾക്ക് ട്രേഡ്സ്മാൻ എക്സാം ഇനി വരാൻ വേണ്ടി പോകുന്ന ട്രേഡ്സ്മാൻ എക്സാമിന് മിനിമം ഒരു ചോദ്യമെങ്കിലും ഈ ഒരു പോർഷനിൽ നിന്നുണ്ടാവും. അഥവാ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഓവർസിയറോ അല്ലെങ്കിൽ ലൈൻമാനോ ഇലക്ട്രീഷ്യനോ പോലെയുള്ള പരീക്ഷകൾക്ക് നിങ്ങൾക്കത് യൂസ്ഫുൾ ആവുമെന്ന് മനസ്സിലാക്കുക. തുടങ്ങിയാലോ? യെസ്. ഒരു റഫ് ഡയഗ്രമാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഞാൻ ആദ്യം ഇതൊന്ന് പറഞ്ഞുതരാം, എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഡയഗ്രത്തിലേക്ക് പോവാം. എന്താണ് ബേസിക് ആയിട്ടൊരു തെർമൽ പവർ പ്ലാന്റിൽ നടക്കുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നു, നിങ്ങൾക്ക് ഭയങ്കര ജലദോഷമൊക്കെ വന്നു എന്ന് വിചാരിച്ചു. ഓക്കെ, ഇപ്പം നല്ല ജലദോഷമൊക്കെ വന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുന്നു, നിങ്ങൾക്ക് ആവി പിടിക്കണം അല്ലേ. അപ്പോൾ ആവി പിടിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളൊരു പാത്രത്തിൽ എന്ത് ചെയ്യുന്നു, യെസ്, പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തു അല്ലേ. പാത്രത്തിൽ നിങ്ങൾ കുറച്ച് വെള്ളം എടുത്തു, എന്നിട്ട് നിങ്ങളത് അടുപ്പിൽ വെച്ച് കത്തിക്കുന്നു വിചാരിച്ചു കേട്ടോ. ഇപ്പോൾ നിങ്ങളിപ്പോൾ വിറകൊക്കെ വെച്ചിട്ട് നിങ്ങൾ അടുപ്പിൽ വെച്ച് കത്തിക്കുന്നു. അപ്പോൾ എന്ത് സംഭവിക്കും, ഒരു പാത്രമുണ്ട്, നിങ്ങൾക്ക് ഒരു അടുപ്പുണ്ട്, ആ പാത്രത്തിനകത്ത് വെള്ളമുണ്ട്. നിങ്ങൾ എന്ത് ചെയ്തു, യെസ്, നിങ്ങൾ തീ കത്തിച്ച് ഇതിനകത്ത് വെള്ളം ചൂടാക്കി അതിനെ നീരാവി എന്ത് ചെയ്യുന്നു, അതിൻ്റെ നീരാവി പുറത്തേക്ക് വരുന്നു അല്ലേ. ഇപ്പം നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഒരു ചെറിയ നോസിലുള്ള ഒരു പാത്രമാണെന്ന് വിചാരിച്ചോ, അതിൽ കൂടി പുറത്തേക്ക് നീരാവി വരുന്നു. ഓക്കെ, ഇപ്പോൾ എന്ത് ചെയ്യുന്നു, സ്റ്റീം പുറത്തേക്ക് വരും അല്ലേ. യെസ്, ഈ സ്റ്റീം, ഈ പുറത്തേക്ക് വരുന്ന സ്റ്റീം ഉപയോഗിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു, ആവി പിടിക്കുന്നു. ഇതായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ട് നടക്കുന്നുണ്ടാവുക. യെസ്, ഇതിൻ്റെ ഒരു വലിയ വേർഷനാണ് സ്റ്റീം പവർ പ്ലാന്റ് എന്ന് പറയുന്നത് കേട്ടോ. ഇതാണ് മെയിനായിട്ട് അതിൻ്റെ കണ്ടന്റ് എന്ന് പറയുന്നത്. ഇതാണ്, അടുപ്പ് കത്തിക്കുന്നു, വെള്ളം ചൂടാക്കുന്നു, സ്റ്റീം ഉണ്ടാക്കുന്നു. ആ സ്റ്റീം എന്ത് ചെയ്യുന്നു, സ്റ്റീം എടുത്തിട്ട് നമ്മൾ ടർബൈൻ്റെ ബ്ലേഡുകളിൽ പതിപ്പിച്ചിട്ട്, വെറും സ്റ്റീമല്ല കേട്ടോ, നല്ല സൂപ്പർ ഹീറ്റഡ് ആയിട്ടുള്ള സ്റ്റീമായിരിക്കും, ഹൈ പ്രഷർ ആയിട്ടുള്ള സ്റ്റീമായിരിക്കും. ആ സ്റ്റീം നമ്മൾ എന്ത് ചെയ്യും, ടർബൈൻ്റെ ബ്ലേഡുകളിൽ പതിപ്പിക്കും, എന്നിട്ട് നമ്മൾ ടർബൈൻ റൊട്ടേറ്റ് ചെയ്യും കേട്ടോ. ഇതാണ് അതിൻ്റെ ബേസിക് കാര്യം. ഇതൊന്ന് മനസ്സിൽ വിചാരിച്ചാൽ മതി. പലർക്കും ഈ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ്, സ്റ്റീം പവർ പ്ലാന്റ്, തെർമൽ പവർ പ്ലാന്റ്, ന്യൂക്ലിയർ പവർ പ്ലാന്റ് എന്നൊക്കെ അറിയാമെങ്കിലും പലരും ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഓക്കെ, ഇത് നിങ്ങൾക്ക് അറിയാമല്ലോ, അപ്പോൾ ഞാൻ ഇത് വെറുതെ പഠിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് പല എക്സാമുകൾക്കും സ്കിപ്പ് ചെയ്യാറുണ്ട്. പക്ഷേ അതിൻ്റെ അകത്തൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ മിക്കവാറും ആൾക്കാർക്ക് അത് തെറ്റാനുള്ള സാധ്യതയുണ്ട്. എന്തുകൊണ്ടാണ്? യെസ്, നമ്മൾ ഈസി ആണെന്നുള്ളൊരു സബ്ജക്റ്റ് ആണെന്ന് വിചാരിക്കും, പക്ഷേ ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുകയും ചെയ്യില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ വേണ്ടി പോകുന്നുണ്ട്. ഞാൻ സ്റ്റാർട്ട് ചെയ്യണേ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലേ വെള്ളം ചൂടാക്കണമെന്ന്. വെള്ളം ചൂടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് വേണം, വാട്ടർ വേണം അല്ലേ. യെസ്, വാട്ടർ വേണം. ഇവിടെ ബോയിലർ എന്ന് പറയുന്നത് നമ്മൾ സാധാരണ പോലത്തെ ഇങ്ങനെ ഒരു പാത്രമായിരിക്കില്ല കേട്ടോ. ഒന്നുകിൽ ഫയർ ട്യൂബ് ബോയിലർ അല്ലെങ്കിൽ വാട്ടർ ട്യൂബ് ബോയിലർ, അങ്ങനെ രണ്ട് ബോയിലേഴ്സാണ് നമ്മൾ യൂസ് ചെയ്യുക. അതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ആ ബോയിലറിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, വെള്ളം കടത്തി വിടുന്നു. എന്നിട്ട് അടുപ്പ് കത്തിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു ഇന്ധനം വേണ്ടേ, വിറക് വേണ്ടേ. നമ്മൾ യൂസ് ചെയ്യുന്നത് കോളായിരിക്കും കേട്ടോ, കൽക്കരി ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഇവിടെ ഒരു കോൾ ഹാൻഡ്ലിംഗ് പ്ലാന്റ് ഉണ്ടാവും, അതിനകത്ത് കോൾ ഉണ്ടാവും. നമ്മളിങ്ങനെ കുറേ കണ്ടോ, ഇങ്ങനെ കോള് നമ്മൾ നേരെ ഈ അടുപ്പിലേക്ക് നമ്മൾ സപ്ലൈ ചെയ്യും. യെസ്, കോള് ഇവിടെ എത്തി, നമ്മൾ കോള് കത്തിച്ചു. കോള് കത്തിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എയർ കൂടി വേണ്ടി വരും അല്ലേ. നിങ്ങൾ നോക്കി, എയർ ആൻഡ് ഫ്യൂവൽ മിക്സ്ചർ യൂസ് ചെയ്തിട്ടാണ് നമുക്ക് ഒരു നല്ലൊരു കമ്പഷൻ ഉണ്ടാവുക. ഇതിലേക്ക് നമ്മൾ എയറും കൂടി പ്രൊവൈഡ് ചെയ്യും കേട്ടോ. ഈ ഒരു ഫിഗറിൽ അത് എയർ കൊടുത്തിട്ടില്ല, അടുത്ത ഫിഗറിൽ ഞാനത് കാണിച്ചു തരാം. തീ കത്തിച്ചു. തീ കത്തിക്കുന്ന സമയത്ത് ഈ വെള്ളം ചൂടായിട്ട് സ്റ്റീം എന്ത് ചെയ്തു, പുറത്തേക്ക് പോകുന്നുണ്ടോ, സ്റ്റീം പുറത്തേക്ക് പോയി. ആ സ്റ്റീം എന്ത് ചെയ്തു, യെസ്, നമ്മുടെ ടർബൈനിൻ്റെ ബ്ലേഡുകളിൽ പതിപ്പിക്കുന്നു കേട്ടോ. നല്ല ഹൈ പ്രഷറിലും ഹൈ ടെമ്പറേച്ചറിലുള്ള സ്റ്റീമാണ്. അത് നമ്മുടെ ടർബൈൻ ബ്ലേഡുകളിൽ പതിക്കുന്നു. അപ്പം നമ്മുടെ ടർബൈൻ റൊട്ടേറ്റ് ചെയ്യുന്നു. ടർബൈൻ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടെന്ന് അറിയോ, യെസ്, ഈ ടർബൈനുമായിട്ട് കപ്പിൾ ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക നമ്മുടെ ജനറേറ്റർ. ടർബൈൻ കറങ്ങുന്ന സ്പീഡിൽ തന്നെ നമ്മുടെ ജനറേറ്ററും കറങ്ങുന്നതായിരിക്കും. ജനറേറ്റർ എന്ത് ചെയ്യും, യെസ്, സപ്പോസ് ഇതൊരു
ഒരു 110 kVA ഓക്കെ 110 kVA ഉള്ളൊരു ജനറേറ്റർ ആണെന്ന് വിചാരിച്ചോ. ഓക്കെ ഒരു 100 kW ഉള്ളൊരു ജനറേറ്റർ ആണെന്ന് വിചാരിച്ചോ. ഓക്കെ അപ്പോൾ അത് പവർ ജനറേറ്റ് ചെയ്യും. നമ്മളത് ട്രാൻസ്മിഷൻ ലൈൻ ഓക്കെ ട്രാൻസ്ഫോമേഴ്സ് വെച്ചിട്ട് സ്റ്റെപ്പ് അപ്പ് ചെയ്യും. സപ്പോസ് ഇതൊരു 11 kVയിലാണ് ജനറേറ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് എപ്പോഴും ട്രാൻസ്മിഷന് വേണ്ടിയിട്ട് ഹൈ വോൾട്ടേജ് ആണ് വേണ്ടത് അല്ലേ. പ്രൈമറി ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് സാധാരണയായിട്ട് 220 kVയിലൊക്കെ കൂടുതലാണ്. ഓക്കെ നമ്മളത് 110 kVയിലേക്കോ 220 kVയിലേക്കോ ഒക്കെ നമ്മളത് ട്രാൻസ്മിറ്റ് ചെയ്തിട്ട് എന്താ പറയുക സ്റ്റെപ്പ് അപ്പ് ചെയ്തിട്ട് ട്രാൻസ്മിഷൻ ലൈൻസ് വെച്ചിട്ട് നമ്മളത് ട്രാൻസ്മിറ്റ് ചെയ്യും കേട്ടോ. അങ്ങനെയാണ് ഇത് പുറത്തേക്ക് പോവുക. ഇനി ടർബൈനിൽ നിന്നും പുറത്തേക്ക് വരുന്ന വെള്ളം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അത് നല്ല ഹൈ പ്രഷറിലും ഹൈ ടെമ്പറേച്ചറിൽ തന്നെ ഉണ്ടാവുക. ഇപ്പം ടർബൈനിൽ പതിച്ചിട്ട് അതൊന്ന് കുറച്ച് കുറഞ്ഞിട്ടുണ്ടാവും. നമ്മൾ എന്ത് ചെയ്യുന്നു, യെസ് അത് കണ്ടൻസ് ചെയ്യും കേട്ടോ. കണ്ടൻസർ വെച്ചിട്ട് തണുപ്പിക്കും. എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ വെള്ളം വീണ്ടും ഉപയോഗിക്കാം. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, യെസ് അത് റിവറിലേക്ക് തന്നെ ഒഴുക്കി വിടാം. ഓക്കെ റിവറിലേക്ക് തന്നെ ഒഴുക്കി വിടാം. ഇനി ഇത് കത്തുന്ന സമയത്ത് പുകയും പുകപടലങ്ങളും എന്താണ് അതിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അല്ലേ, സ്മോക്കൊക്കെ ഉണ്ടാവും അല്ലേ. സോ നമ്മളത് ചിമ്മിനി വഴി നമ്മളത് പുറത്തേക്ക് കളയുന്നു. സോ മനസ്സിലായല്ലോ, നമ്മൾ എല്ലാ കാര്യങ്ങളും ടച്ച് ചെയ്തല്ലോ. സോ ഇതാണ് അതിൻ്റെ ബേസിക് ഓപ്പറേഷൻ കേട്ടോ. ഈ ബേസിക് ഓപ്പറേഷൻ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ നമുക്ക് വേറൊരു ഫിഗർ വരുന്നുണ്ട്. യെസ് ഇതാണ് അതിൻ്റെ ഡീറ്റെയിൽഡ് ഫിഗർ. സോ ഒരു ഇലക്ട്രീഷ്യൻ ട്രേഡ്സ്മാൻ എക്സാമിന് നിങ്ങൾ ഇത് അറിഞ്ഞിരുന്നാൽ വളരെ അഡ്വാൻറ്റേജ് ആണ്. കാരണം കുറച്ചൊരു ടഫായിട്ടൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ആൻസർ ചെയ്യാം. സാധാരണയായിട്ട് നിലവിൽ RRB JEയിലൊക്കെ RRB JE SSC JEയിലൊക്കെ നല്ല കിടിലൻ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ എക്സാമുകൾക്കും ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട് കേട്ടോ. സോ നമുക്ക് എന്ത് ചെയ്യാം, ഇത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കിക്കളയാം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ഓരോരോ പാർട്ടുകളായിട്ട് നിങ്ങളിപ്പോൾ ഈ മുഴുവൻ ഫിഗർ നോക്കണ്ട, ഞാൻ മാർക്ക് ചെയ്യുന്ന ഫിഗേഴ്സ് മാത്രം നിങ്ങളിപ്പോൾ നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. ബോയിലർ എന്ന് പറയുന്നത് എന്താ, ബോയിലർ എന്ന് പറയുന്നത് നമുക്ക് വെള്ളം ചൂടാക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ള ആ പാത്രത്തിന് പറയുന്ന പേരാണ് ബോയിലർ കേട്ടോ. യെസ് അപ്പം ബോയിലർ ഉണ്ട്. ബോയിലറിലെ വെള്ളം ചൂടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വെള്ളം വേണമല്ലോ അല്ലേ. യെസ് നമുക്ക് വാട്ടർ ആവശ്യമായിട്ടുണ്ട്. സോ ആദ്യം വരേണ്ടത് എന്താണ്, വാട്ടർ വരണം അല്ലേ. ഇതിനകത്തേക്ക് വാട്ടർ വരണം. അപ്പോൾ വാട്ടർ വരുന്നുണ്ടോ, റിവർ ഓർ കനാൽ. നമുക്ക് ഇവിടെ ഒരു റിവർ ഉണ്ട് കേട്ടോ, ഒരു കനാലോ റിവറോ ഉണ്ട്. അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, വാട്ടർ എടുക്കുകയാണേ. നമ്മൾ അവിടെ നിന്ന് വാട്ടർ എടുക്കുന്നു. ആ വാട്ടർ എടുക്കുന്ന സമയത്ത് അതിന് ചെറിയൊരു പ്രത്യേകതയുണ്ട്. നമ്മളതിന് ഫീഡ് വാട്ടർ എന്ന് പറയും കേട്ടോ. ഫീഡ് വാട്ടർ എന്ന് പറയും. ആ വെള്ളം ഇതിനകത്തേക്ക് ഒരു നോർമൽ ടെമ്പറേച്ചറിൽ വരുന്നുണ്ടാവുക. സപ്പോസ് ഒരു 10 ഡിഗ്രി സെൽഷ്യസ് അല്ലേ. ഒരു വെയിലൊക്കെ ഉള്ള സമയത്താണ് ചിലപ്പോൾ ഒരു 20 ഡിഗ്രി സെൽഷ്യസ് 30 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ മാക്സിമം വരും അല്ലേ. നോർമലായിട്ടൊരു റൂം ടെമ്പറേച്ചറിലാണ് അതിലേക്ക് വെള്ളം വരിക. ഇനി ബോയിലറിലെ വെള്ളം നമുക്ക് ചൂടാക്കണമല്ലോ അല്ലേ. ബോയിലറിലേക്ക് വരേണ്ട വെള്ളം നമുക്ക് ചൂടാക്കണം അല്ലേ. എന്തായാലും ഒരു 700-800 ഡിഗ്രിയിലൊക്കെ നമ്മൾ ചൂടാക്കും. ഓക്കെ നോർമൽ ആയിട്ട് നമ്മൾ സാധാരണ ചെയ്യുക ഒരു 200-300 ഡിഗ്രിയിൽ ചൂടാക്കും. അതിനുശേഷം അതിനെ വീണ്ടും സൂപ്പർ ഹീറ്റ് ചെയ്യും കേട്ടോ. അങ്ങനെ സൂപ്പർ ഹീറ്റ് ഒക്കെ ചെയ്യും. സോ നമുക്ക് എത്രത്തോളം ടെമ്പറേച്ചർ നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റുമോ നമ്മൾ അത്രയും കൊടുക്കും. അപ്പോൾ ബോയിലറിലേക്ക് വരുന്ന വെള്ളം തന്നെ ചൂടാക്കാൻ വേണ്ടി പറ്റിക്കഴിഞ്ഞാൽ നല്ലതല്ലേ. യെസ് ആ ഒരു പോയിന്റ് നിങ്ങൾ ഓർത്ത് വെക്കുക. സോ ബോയിലറിലേക്ക് ഇപ്പം നിലവിലിതാ വെള്ളം ഇങ്ങനെ വരുന്നുണ്ട് എന്ന് നിങ്ങൾ ഓർക്കുക കേട്ടോ. ഓക്കെ ഇതാണ് ഫീഡ് വാട്ടർ എന്നാണ് നമ്മൾ പറയുക. ആ വെള്ളം ബോയിലറിലേക്ക് വരുന്നുണ്ട്, അത് ചൂടാക്കുന്നൊക്കെ ഉണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ അപ്പം ബോയിലറിലേക്ക് വെള്ളം എത്തി. ഇനി നെക്സ്റ്റ് ബോയിലറിലേക്ക് എന്ത് ചെയ്യണം, കോൾ എത്തണം, കൽക്കരി അല്ലേ, കരി എത്തണം. നമ്മൾ കൽക്കരി വെച്ചിട്ടാണ് സ്റ്റീം പവർ പ്ലാന്റിൽ തെർമൽ പവർ പ്ലാന്റ് നമ്മൾ വർക്ക് ചെയ്യുക. സോ അവിടെ ഒരു കോൾ സ്റ്റോറേജ് പ്ലാന്റ് ഉണ്ടാവും, ഒരു കോൾ ഹാൻഡ്ലിംഗ് പ്ലാന്റ് ഉണ്ടാവും. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, കൽക്കരി പ്രൊവൈഡ് ചെയ്യും കേട്ടോ. എന്തിനാണ് ഈ കോൾ സ്റ്റോറേജ് പ്ലാന്റ്? നമുക്കൊരു പവർ പ്ലാന്റിലേക്ക് ആവശ്യമായിട്ട് ടൺ കണക്കിന് ഫണ്ട് വേണ്ടി വരും അല്ലേ, ടൺ കണക്കിന് കോൾ വേണ്ടി വരും. അപ്പോൾ നമ്മളത് മറ്റ് സ്ഥലങ്ങളിൽ നിന്നും അത് ട്രാൻസ്പോർട്ട് ചെയ്തിട്ട് നമ്മുടെ പവർ പ്ലാന്റിൽ കൃത്യമായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കും. വലിയ പ്ലാന്റ് ഉണ്ടാവും അതിന് തന്നെ. ഇനി കോൾ ഹാൻഡ്ലിംഗ് പ്ലാന്റിൽ എന്താ ചെയ്യുക, ഈ വരുന്ന കോളിനെ നമുക്ക് എന്ത് ചെയ്യണം, പൾവറൈസ് ചെയ്യണം. പൾവറൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവം, യെസ് ഇപ്പം വലിയ കട്ടകളൊക്കെ ആയിട്ടായിരിക്കും ചിലപ്പോൾ കോൾ വരും അല്ലേ. ഇപ്പം ഇറഗുലർ ഷേപ്പായിട്ടൊക്കെയുള്ള കോളായിരിക്കും അല്ലേ. ഇപ്പം എന്താ പറയുക, വളരെ ഷാർപ്പ് എഡ്ജസ് ഒക്കെ ആയിട്ടുള്ള കോളായിരിക്കും. നമ്മൾ എന്ത് ചെയ്യും, ഇതിനെ പൊടിക്കും കേട്ടോ. യെസ് ഇങ്ങനെ പൊടിക്കുന്ന സമയത്ത് അതിൻ്റെ സർഫേസ് ഏരിയ കൂടുമെന്ന് മനസ്സിലാക്കുക. ഒരു ഉദാഹരണം പറയാം, ഇപ്പോൾ ഒരു കല്ലിൻ്റെ ആകൃതിയിലുള്ള കോളാന്ന് വിചാരിച്ചോ. ഓക്കെ അപ്പം നിലവിൽ ഇതിൻ്റെ ഷേപ്പ് ഇങ്ങനെയാണ് അല്ലേ. ഞാൻ ഇതിനെ ഒന്ന് പൊടിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, അതിങ്ങനെ കുറേ പീസസ് ആവും അല്ലേ. നമുക്ക് എന്ത് ചെയ്യാം, ഇതേ കോള് ഒരു വലിയ ഏരിയയിൽ നമുക്ക് ഇങ്ങനെ ഇടാൻ വേണ്ടി പറ്റും അല്ലേ. സോ അതിൻ്റെ സർഫേസ് ഏരിയ കൂടും. സോ നമ്മൾ എപ്പോഴും ചെയ്യുന്നതാ, ഈ കോൾ ഹാൻഡ്ലിംഗ് പ്ലാന്റിൽ കടത്തിവിട്ട് അതിനെ പൾവറൈസ് ഒക്കെ ചെയ്തിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക, ഈ ബോയിലറിലേക്ക് തീ കത്തിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോവുക. വളരെ സിമ്പിൾ. നമ്മുടെ വീട്ടിൽ അടുക്കളയിൽ
വലിയ വിറക് കഷ്ണം വെക്കുന്നതിന് വരെ, അല്ലെങ്കിൽ ഒരു വലിയൊരു വിറക് കഷ്ണം വെക്കുന്നതിന് വരെ നമ്മൾ എന്ത് ചെയ്യും, അതിനെ കീറിയിട്ട് ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് വെക്കുമല്ലേ? എന്തുകൊണ്ടാണ്? എന്നിട്ട് സർഫേസ് ഏരിയ കൂടും, കൂടുതൽ എയർ സപ്ലൈ ഉണ്ടാവും, നന്നായിട്ട് വൃത്തിയായിട്ട് കത്തും. അത്രയേ ഉള്ളൂ സംഭവം. ഓക്കെ, സോ കോളും എത്തി, വാട്ടറും എത്തി അല്ലേ? വാട്ടറും എത്തി, ഉണ്ടോ? വാട്ടറും എത്തി. അപ്പം നമ്മൾ ഇവിടെ കത്തിച്ചപ്പോൾ വെള്ളം ചൂടായി. വെള്ളം ചൂടായിട്ട് എന്ത് സംഭവിച്ചു? യെസ്, സ്റ്റീം വന്നു അല്ലേ? സ്റ്റീം വന്നു. സോ സ്റ്റീം എന്ത് ചെയ്തു? ഓക്കെ, സ്റ്റീം ഇങ്ങനെ പുറത്തേക്ക് വന്നു. സ്റ്റീം പുറത്തേക്ക് പോകുന്നുണ്ട്, കേട്ടോ? സ്റ്റീം പുറത്തേക്ക് പോകുന്നുണ്ടേ. യെസ്, ഇനി നിങ്ങൾ ഓരോരോ പുതിയ പാർട്ടുകളായിട്ട് പഠിക്കാൻ റെഡി ആയിരുന്നോ? പുതിയ പാർട്ടുകൾ ഇനി നമ്മുടെ ഈ ഒരു പിക്ചറിലേക്ക് വന്നുകൊണ്ടിരിക്കും. ഞാൻ പറഞ്ഞു, ഈ പറയുന്ന ബോയിലർ നമ്മൾ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് സ്റ്റീം ഉണ്ടാവുന്നുണ്ട്. ഈ സ്റ്റീം ഒരു നോർമൽ ടെമ്പറേച്ചറിലായിരിക്കും, ഒരു 300 400 ആ ഒരു റേഞ്ചിലൊക്കെ ആയിരിക്കും നിലവിൽ ഈ സ്റ്റീം ഉണ്ടാവുക. പക്ഷെ നമുക്ക് എത്രത്തോളം ഇതിനെ ടെമ്പറേച്ചർ കൂട്ടാൻ വേണ്ടി പറ്റുമോ അത്രത്തോളം നല്ലതാണ്, കേട്ടോ? യെസ്, നമുക്ക് ഈ സ്റ്റീമിനെ സൂപ്പർ ഹീറ്റഡ് സ്റ്റീമാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ ടർബൈനിലെ റൊട്ടേഷൻ നമുക്ക് കൂടുതലാക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, ഹൈ പ്രഷറിലും ഹൈ ടെമ്പറേച്ചറിലും ഉള്ള സ്റ്റീമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ നമുക്ക് കുറച്ചുകൂടി മാക്സിമം എത്രത്തോളം ടെമ്പറേച്ചർ കൂട്ടാൻ വേണ്ടി പറ്റുമോ അത്രത്തോളം കൂട്ടുക. ആ സമയത്ത് എന്ത് സംഭവിക്കും? യെസ്, ഇതിൻ്റെ പ്രഷർ കൂടി കൂടുന്നതായിരിക്കും. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നറിയോ? യെസ്, സ്റ്റീം പുറത്തേക്ക് വന്നു. ഇനി ആ സ്റ്റീമിനെ നമ്മൾ സൂപ്പർ ഹീറ്ററിൽ കൂടി കടത്തിവിടും, കേട്ടോ? സൂപ്പർ ഹീറ്ററിൽ കൂടി കടത്തിവിടും. അപ്പോൾ സൂപ്പർ ഹീറ്റർ എന്ന് പറയുന്നത് എന്താ? യെസ്, നമ്മുടെ നിലവിലെ സ്റ്റീമിൻ്റെ ടെമ്പറേച്ചർ കുറച്ചുകൂടി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ കുറച്ചും കൂടി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കടത്തിവിടുന്ന ഒരു സെക്ഷനാണ് സൂപ്പർ ഹീറ്റർ എന്ന് പറയുന്നത്. അത് ചെയ്യുന്നത് എന്താ? സ്റ്റീമിനെ നോർമൽ ടെമ്പറേച്ചറിൽ നിന്നും സൂപ്പർ ഹീറ്റഡ് ടെമ്പറേച്ചറിലേക്ക് കൊണ്ടുപോകും. അപ്പം ഈ സൂപ്പർ ഹീറ്റർ എന്ന് പറയുന്ന ആളാരായിരിക്കും? കൂടുതൽ ഹീറ്റ് പ്രൊവൈഡ് ചെയ്യാൻ കഴിവുള്ള ഒരാളായിരിക്കും അല്ലേ? സോ ഇതിൽ ആരാ ചൂട് കൊടുക്കുക? യെസ്, ബോയിലർ പ്രവർത്തിക്കുന്ന സമയത്ത് അതിൻ്റെ ഫ്ലൂ ഗ്യാസസ് ഉണ്ടാവില്ലേ? ഫ്ലൂ ഗ്യാസസ് എന്ന് പറയുന്നത് എന്താ? നമ്മൾ അടുപ്പ് കത്തിക്കുന്ന സമയത്ത് പുകപടലങ്ങൾ ഉണ്ടാവില്ലേ? ഇപ്പം വിറക് കത്തിച്ചു കഴിഞ്ഞാൽ ബോയിലർ ചൂടാവും അല്ലേ? ബോയിലർ ചൂടാവും. ദെൻ അതിൻ്റെ പുകപടലങ്ങൾ ഉണ്ടാവില്ലേ? ആ പുകപടലങ്ങൾക്കും ഭയങ്കര ചൂടായിരിക്കും. ഓക്കെ, അത് വേസ്റ്റ് ആയിട്ട് പോലെ ചെയ്യുക. യെസ്, നമ്മുടെ മെയിൻ പർപ്പസ് എന്താ? ഈ ഫർണസ്, ഈ ബോയിലറിലെ വെള്ളം ചൂടാക്കുക എന്നുള്ളതാണ്. പക്ഷേ എന്ത് സംഭവിക്കും? കുറേ ഫ്ലൂ ഗ്യാസസ് ഉണ്ടാവും. ഓക്കെ, ഒരു കരിയും പുകയൊക്കെ അടങ്ങിയിട്ടുള്ള ഈ പുകപടലങ്ങൾ ഉണ്ടാവും. ആ പുകപടലങ്ങൾക്കും നല്ല ടെമ്പറേച്ചർ ഉണ്ടാവും. അത് നമ്മൾ എന്ത് ചെയ്യുന്നു? യൂട്ടിലൈസ് ചെയ്യുന്നു. ആ ഫ്ലൂ ഗ്യാസസ് നമ്മൾ ആദ്യം കടത്തിവിടുന്നത് സൂപ്പർ ഹീറ്ററിലേക്കാണ്. സോ എന്ത് സംഭവിക്കും? യെസ്, നമ്മുടെ നിലവിലെ ഒരു 300 400 ഡിഗ്രി സെൽഷ്യസിലുള്ള ഈ ഒരു ടെമ്പറേച്ചറിലുള്ള സ്റ്റീം സൂപ്പർ ഹീറ്റഡ് സ്റ്റീമായിട്ട് മാറും. അതായത് ടെമ്പറേച്ചർ കുറച്ചുകൂടി കൂടും. അങ്ങനെയുള്ള സൂപ്പർ ഹീറ്റഡ് സ്റ്റീമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മെയിൻ വാൾവ് വഴി ടർബൈനിലേക്ക് കടത്തിവിടുന്നത്, കേട്ടോ? അപ്പോൾ സൂപ്പർ ഹീറ്റഡ് സ്റ്റീമാണ് നമ്മുടെ ടർബൈനിലേക്ക് കടത്തിവിടുന്നത് മനസ്സിലാക്കുക. നമ്മുടെ ടർബൈൻ ഹൈ സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യും. സോ ടർബൈനുമായിട്ട് കപ്പിൾ ചെയ്തിട്ടുള്ള നമ്മുടെ ജനറേറ്റർ എന്ത് ചെയ്യും? ജനറേറ്ററും റൊട്ടേറ്റ് ചെയ്യും. സോ അവിടെ പവർ ജനറേഷൻ നടക്കും. നമ്മൾ 3 ഫേസ് സപ്ലൈ വഴി പുറത്തേക്ക് സപ്ലൈ എടുക്കും, കേട്ടോ? നമുക്ക് എന്ത് കിട്ടും? പവർ പുറത്തേക്ക് കിട്ടും. നമുക്കത് സ്റ്റെപ്പ് ഡൗൺ അല്ല സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറൊക്കെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? 11 ബാർ 110 kV അല്ലേ? അല്ലെങ്കിൽ 110 ബാർ 440 kV ഒക്കെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? സ്റ്റെപ്പ് അപ്പ് ചെയ്തിട്ട് ട്രാൻസ്മിഷൻ ലൈൻ വെച്ചിട്ട് നമുക്ക് പുറത്തേക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും. സോ അവിടെ പവർ ജനറേഷൻ നടന്നു അല്ലേ? യെസ്. ഇനി നോക്കിയേ, ടർബൈനിൽ നിന്നും പുറത്തേക്ക് വരുന്ന വെള്ളത്തിന് ഒരു ടെമ്പറേച്ചറൊക്കെ ഉണ്ടാവില്ലേ? യെസ്, നിങ്ങൾ മനസ്സിലാക്കുക, ഈ ടർബൈനിലേക്ക് പതിക്കുന്ന വെള്ളം എന്ന് പറയുന്നത് ഹൈ ടെമ്പറേച്ചറിലും ഹൈ പ്രഷറിലും ഉള്ളതാണ്. ആ പ്രഷറിന് അവിടെ പ്രത്യേകതയുണ്ട്. അപ്പോൾ ഹൈ പ്രഷറിലുള്ള ആ ഒരു വെള്ളം വരുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു അറിയോ? ടർബൈൻ ബ്ലേഡുകളിൽ നിന്ന് ആ നീരാവി, ആ ഒരു സ്റ്റീം എന്ത് ചെയ്യും? എക്സ്പാൻഡ് ചെയ്യും. ആ എക്സ്പാൻഷൻ എന്തിന് കാരണമാകുന്നു? യെസ്, അവിടെ ഒരു എനർജി ട്രാൻസ്ഫറിന് കാരണമാകുന്നു. സോ അത്രയും എമൗണ്ട് ഓഫ് എനർജി നമ്മുടെ ടർബൈൻ ബ്ലേഡുകളിൽ കിട്ടുന്നതോട് കൂടിയിട്ട് ആ എനർജി യൂട്ടിലൈസ് ചെയ്തിട്ട് നമ്മുടെ ടർബൈൻ റൊട്ടേറ്റ് ചെയ്യും. ഇനി ടർബൈനിൽ നിന്നും പുറത്തേക്ക് വരുന്ന ആ വേസ്റ്റ് വാട്ടർ അല്ലേ, പുറത്തേക്ക് വരുന്ന വെള്ളം നമുക്ക് ആവശ്യമില്ല. സോ നമ്മൾ എന്ത് ചെയ്യും? അത് കണ്ടൻസർ വഴി നമുക്കത് തണുപ്പിച്ചിട്ട് ഒരു നിലവിൽ ചൂടിലായിരിക്കും ഉണ്ടാവുക അല്ലേ? ചൂടുള്ള വെള്ളമായിരിക്കും. നമ്മൾ എന്ത് ചെയ്യും? കണ്ടൻസർ വഴി തണുപ്പിച്ചിട്ട് നമ്മൾ കൂളിംഗ് ടവറിൽ കൂടി കടത്തി വിട്ടിട്ട് യെസ് നമുക്ക് എന്ത് ചെയ്യാം? ഒന്നുകിൽ റിവർ ഓർ കനാലിലേക്ക് തന്നെ തിരിച്ചു വിടാം, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? വീണ്ടും അത് സർക്കുലേറ്റ് ചെയ്യും, കേട്ടോ? അത് വീണ്ടും നമ്മൾ സർക്കുലേറ്റ് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ വീണ്ടും ഉപയോഗിക്കാം. ഓക്കെ, ഈ രീതിയിൽ നമുക്ക് വീണ്ടും ഉപയോഗിക്കാം. യെസ്, അപ്പം മനസ്സിലായല്ലോ? ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ? ഇനി ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞ ഫീഡ് വാട്ടറിനെ ചൂടാക്കുന്ന പരിപാടി, കേട്ടോ? അതാണ് ഞാൻ ഇനി പറയാൻ വേണ്ടി പോകുന്നത്. സോ ശ്രദ്ധിച്ച് കേട്ടോളൂ. സോ ഞാൻ പറഞ്ഞു ബോയിലറിലേക്ക് വാട്ടർ സപ്ലൈ വേണം അല്ലേ? ബോയിലറിലേക്ക് വാട്ടർ സപ്ലൈ വേണം.
ബോയിലറിലേക്കുള്ള വാട്ടർ നമ്മൾ ചൂടാക്കാനാണ് പരിപാടി. സോ വരുന്ന വെള്ളം തന്നെ ചൂടായിട്ട് വരികയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? കുറച്ച് പണി കുറഞ്ഞു അല്ലേ? ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ബോയിലറിലെ വെള്ളം എനിക്ക് 400 ഡിഗ്രി സെൽഷ്യസിലാണ് ചൂടാക്കേണ്ടത്. അപ്പോൾ വരുന്ന വെള്ളം തന്നെ ഓൾറെഡി ഒരു 150 ഡിഗ്രി സെൽഷ്യസിൽ ഉണ്ടെങ്കിൽ എനിക്ക് ലാഭമല്ലേ? എന്തുകൊണ്ടാ? എനിക്ക് ബാക്കിയുള്ള 250 ഡിഗ്രി സെൽഷ്യസ് ചൂടാക്കാനുള്ള ടെമ്പറേച്ചർ പ്രൊവൈഡ് ചെയ്താൽ മതി അല്ലേ? എഫിഷ്യൻസി കൂടും. യെസ്. സോ നമ്മുടെ പവർ പ്ലാന്റിന്റെ എഫിഷ്യൻസി കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു അറിയോ? ഇൻകമിങ് ആയിട്ടുള്ള ഫീഡ് വാട്ടറിനെ നമ്മൾ ഒന്ന് ചൂടാക്കിയിട്ട് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്തിട്ടാണ് അകത്തേക്ക് വിടുക. ഓക്കെ, വെള്ളത്തിനെ ചൂടാക്കാൻ വേണ്ടിയിട്ട് ഫീഡ് വാട്ടറിനെ ചൂടാക്കാൻ വേണ്ടിയിട്ടുള്ള ഉപാധിയുടെ പേരാണ് എക്കണോമൈസർ കേട്ടോ. അത് ഇമ്പോർട്ടൻ്റ് ആണ്, എപ്പോഴും ചോദിക്കാറുണ്ട്. ഫീഡ് വാട്ടറിനെ ടർബൈനിലേക്ക് അല്ലെങ്കിൽ ബോയിലറിലേക്കുള്ള ഫീഡ് വാട്ടറിനെ ഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സെക്ഷൻ്റെ പേരെന്താണ്? അത് എക്കണോമൈസർ ആണ് കേട്ടോ. സോ ആ എക്കണോമൈസറിലേക്കുള്ള ചൂട് ഹീറ്റ് എവിടെ നിന്നാണ് വരുന്നത്? ഫ്ലൂ ഗ്യാസ് കണ്ടോ. ഫ്ലൂ ഗ്യാസിലുള്ള ചൂട് നമ്മൾ എന്ത് ചെയ്തു? സൂപ്പർ ഹീറ്ററിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചു. ഇനി ആ സൂപ്പർ ഹീറ്ററിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ചൂട് കുറച്ചൊന്നും കുറഞ്ഞിട്ടുണ്ടാവില്ല അല്ലേ? ഫ്ലൂ ഗ്യാസിന് ആദ്യം ഒരു 300 ഡിഗ്രി സെൽഷ്യസ് ഉണ്ടെന്ന് വിചാരിച്ചോ. സൂപ്പർ ഹീറ്ററിലേക്ക് കടത്തി വിട്ടപ്പം കുറച്ചൊരു ചൂട് കുറയല്ലേ? സപ്പോസ് ഒരു 250 ആയിരിക്കും പിന്നെ എക്കണോമൈസറിലേക്ക് പോകുന്നുണ്ടാവുക. അപ്പോൾ മനസ്സിലാക്കുക, ഈ ഫ്ലൂ ഗ്യാസ് നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. ഇത് പുറത്തേക്ക് വരുന്ന കരി അടങ്ങിയ ഒരു പുകയാണ്, പുകപടലാണ്. നമ്മൾ എന്ത് ചെയ്യുന്നു? അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്നു. ആദ്യം നമ്മളത് സൂപ്പർ ഹീറ്ററിൽ യൂട്ടിലൈസ് ചെയ്യുന്നു. ഇനി സൂപ്പർ ഹീറ്ററിൽ നിന്നും പുറത്തേക്ക് വരുന്ന ഫ്ലൂ ഗ്യാസിന് കുറച്ചൊരു ടെമ്പറേച്ചർ കുറഞ്ഞിട്ടുണ്ടാവും. നമ്മളത് എക്കണോമൈസറിൽ യൂസ് ചെയ്യുന്നു. ആ എക്കണോമൈസർ എന്തിനാണ് ഉപയോഗിക്കുന്നത്? അത് ഫീഡ് വാട്ടറിനെ ചൂടാക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. സോ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ഫ്രെയിം ചെയ്യാറുണ്ട്. എക്കണോമൈസറിലേക്കുള്ള ഹീറ്റ് സപ്ലൈ എവിടെ നിന്നാണ്? അത് ഫ്ലൂ ഗ്യാസിൽ നിന്നാണ്. then എക്കണോമൈസർ എന്തിനെ ചൂടാക്കാനാണ്? അത് ഫീഡ് വാട്ടറിനെ. then ഫീഡ് വാട്ടറിനെ ചൂടാക്കാൻ ഉപയോഗിക്കുന്ന ആരാണ്? അത് എക്കണോമൈസർ ആണ്. ഓക്കെ, ഇനി എക്കണോമൈസറിന്റെ സ്ഥാനം എവിടെയാണ്? സൂപ്പർ ഹീറ്ററിനും എയർ പ്രീ ഹീറ്ററിനും ഇടയിൽ. അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. തലങ്ങനെയും വിലങ്ങനെയും ഒക്കെ ക്വസ്റ്റ്യൻ വരാറുണ്ട്. അപ്പം എന്ത് ചെയ്യുക? കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇനി എക്കണോമൈസറിൽ കൂടി കടത്തി വിടുന്നതോട് കൂടിയിട്ട് നമ്മുടെ ഫീഡ് വാട്ടർ കുറച്ചൊന്ന് ചൂടാവും. ആ ചൂടായിട്ടുള്ള വെള്ളമാണ് നമ്മൾ ബോയിലറിലേക്ക് കൊടുക്കുന്നത്. ഇനി ഞാൻ പറഞ്ഞു ബോയിലറിലേക്ക് വാട്ടർ സപ്ലൈ വന്നു, നമ്മുടെ കോളും വന്നു. പക്ഷേ നമുക്കൊരു നല്ല ഒരു തീ കത്താൻ വേണ്ടിയിട്ട് കേട്ടോ, കമ്പഷൻ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് നടക്കണമെങ്കിൽ നമ്മളവിടെ എയർ സപ്ലൈ കൂടി കൊടുക്കണം. ഓക്കെ, എയർ സപ്ലൈ കൂടി കൊടുത്താൽ മാത്രമേ നന്നായിട്ട് അത് കമ്പഷൻ നടക്കുകയുള്ളൂ അല്ലേ? നമ്മളിപ്പം വിറക് ഒരു അടുപ്പിൽ കുത്തി കയറ്റി ഇട്ട് കഴിഞ്ഞാൽ കത്താത്തത് എന്തുകൊണ്ടാണ്? അതിന് എയർ സപ്ലൈ അല്ലേ, എന്താ പറയുക, ഓക്സിജൻ വരുന്ന ഒരു അളവ് കുറവാണെങ്കിൽ സംഭവം കത്തില്ല. നിങ്ങളൊരു അടുപ്പിൽ ചെറിയ ഒരു അടുപ്പിനകത്ത് നിങ്ങൾ വലിയ വിറക് കഷ്ണങ്ങൾ കുത്തി കയറ്റി കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് കത്തില്ല. അത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കുക. യെസ്, കറക്റ്റായിട്ടുള്ള ഓക്സിജൻ സപ്ലൈ കിട്ടാത്തതുകൊണ്ടാണ് മനസ്സിലാക്കുക. സോ എയർ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, എയർ സപ്ലൈ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? യെസ്, പുറത്ത് നിന്ന് എയർ അകത്തേക്ക് കയറ്റി വിടുന്നുണ്ട് കണ്ടോ, എയർ സപ്ലൈ കൊടുക്കുന്നുണ്ട്. ഇനി നേരത്തെ ഞാൻ പറഞ്ഞ അതേ കൺസെപ്റ്റ് ഇവിടെ വീണ്ടും പറയുകയാണെ. അകത്തേക്ക് വരുന്ന എയറിന്റെ ടെമ്പറേച്ചർ ഒരു 20 ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് വിചാരിച്ചോ. നമ്മൾ ഈ പറയുന്ന എയർ അകത്തേക്ക് പോകുമ്പോൾ ചൂടാവുമല്ലോ അല്ലെ? ബോയിലറിന്റെ അകത്തേക്ക് എയർ വരുന്ന സമയത്ത് എയർ ചൂടാവും. അപ്പം നമ്മൾ കൊടുക്കുന്ന എയർ തന്നെ ചൂടാക്കിയിട്ട് കൊടുത്താലോ എന്ത് സംഭവിക്കും? ബോയിലറിന് എയർ ചൂടാക്കേണ്ട പണി കുറയില്ലേ അല്ലേ? യെസ്. സോ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അകത്തേക്ക് കടത്തിവിടുന്ന എയറിനെ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യും ത്രൂ എയർ പ്രീ ഹീറ്റർ. സോ ഈ എയറിനെ പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഉപാധിയുടെ പേരെന്താണ്? എയർ പ്രീ ഹീറ്റർ. എയർ പ്രീ ഹീറ്ററിലേക്ക് എവിടെ നിന്നാണ് ചൂട് കിട്ടുന്നുണ്ടാവുക? നിങ്ങൾ പറഞ്ഞേ, ഇനി നിങ്ങൾ പറഞ്ഞേ, നിങ്ങൾക്ക് പറയാം. യെസ്, ഫ്ലൂ ഗ്യാസ് വഴി തന്നെ. കാരണം ഫ്ലൂ ഗ്യാസ് ഓൾറെഡി ഇവിടുന്ന് വേസ്റ്റ് ആയിട്ട് പോകുന്നുണ്ട്. അത് നമ്മൾ സൂപ്പർ ഹീറ്ററിൽ ഉപയോഗപ്പെടുത്തി, എക്കണോമൈസറിൽ ഉപയോഗപ്പെടുത്തി, എന്നിട്ടും പുറത്തേക്ക് പോകുന്ന ആ ഫ്ലൂ ഗ്യാസ് ഉണ്ടാവും അല്ലേ? ആ ഫ്ലൂ ഗ്യാസ് നമ്മൾ എന്ത് ചെയ്യും? എയർ പ്രീ ഹീറ്ററിൽ കൂടി കടത്തിവിടും. സോ നമുക്ക് എന്ത് ചെയ്യാം? ഈ പറയുന്ന ഇൻകമിങ് ആയിട്ടുള്ള എയർ അല്ലെ, ഇൻകമിങ് ആയിട്ടുള്ള എയർ നമുക്ക് പ്രീ ഹീറ്റ് ചെയ്യാം. അങ്ങനെ പ്രീ ഹീറ്റഡ് എയർ ആണ് ബോയിലറിലേക്ക് വരുന്നത് മനസ്സിലാക്കുക കേട്ടോ. നമുക്ക് മതിയായി, ഫ്ലൂ ഗ്യാസിനെ കൊണ്ടുള്ള ഉപയോഗം നമുക്ക് തൽക്കാലത്തേക്ക് മതിയായി. ഇനി ഈ പറയുന്ന ഫ്ലൂ ഗ്യാസ് നമ്മൾ എന്ത് ചെയ്യും? ചിമ്മിനി വഴി പുറത്തേക്ക് വിടും കേട്ടോ. അതായത് ഈ പുകപടലങ്ങളില്ലേ, ഒരു ഫാക്ടറിയിൽ നിന്ന് പുറത്തേക്ക് വരുന്ന സാധാരണയുള്ള പുകപടലങ്ങളൊക്കെ നമ്മൾ ചിമ്മിനി വഴി പുറത്തേക്ക് വിടുകയല്ലേ ചെയ്യുക. യെസ്, സോ ചിമ്മിനി വഴി നമ്മൾ എന്ത് ചെയ്യും? യെസ്, എൻ്റെ സേവനങ്ങൾക്ക് പെരുത്ത് നന്ദി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഫ്ലൂ ഗ്യാസിനെ പുറത്തേക്ക് വിടുന്നതായിരിക്കും. സോ എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞില്ലേ. ഇനി ഇതാ ബോയിലറിൽ നിന്നും പുറത്തേക്ക് വരുന്ന ആഷ് ഉണ്ടാവില്ലേ അല്ലേ, കരി ഉണ്ടാവും അല്ലേ, കൽക്കരി കത്തിയിട്ട് അവസാനം വരുന്ന ആ വേസ്റ്റ് ഇല്ലേ, ആ ആഷ് എന്ത് ചെയ്യും? നമ്മൾ ആഷ് ഹാൻഡ്ലിംഗ് പ്ലാന്റ് വഴി, ആഷ് സ്റ്റോറേജ് വഴി നമ്മൾ പുറത്തേക്ക് എടുക്കും കേട്ടോ. യെസ്. സോ ഇത് ഡിസ്മാൻഡിൽ ചെയ്യുക എന്നൊക്കെ പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്.
സോ ഇത്രയും കാര്യങ്ങളാണ് ഒരു സ്റ്റീം പവർ പ്ലാന്റിലുള്ളത്. നമ്മളെല്ലാം പറഞ്ഞില്ലേ, ആഷ് സ്റ്റോറേജ് നമ്മൾ പറഞ്ഞു, കോൾ സ്റ്റോറേജ് നമ്മൾ പറഞ്ഞു, ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു, എയർ പറഞ്ഞു, ഫ്ലൂ ഗ്യാസ് പറഞ്ഞു, സ്റ്റീം പറഞ്ഞു. ഇനി ഇതിൻ്റെ പ്രഷർ മെൻഷൻ ചെയ്യുന്നതാണ് കേട്ടോ. ഇപ്പം നിലവിൽ ഇവിടെ ലോ പ്രഷറാണ്. ബോയിലർ ഫീഡ് പമ്പ് വഴി പോകുന്ന സമയത്ത് നമുക്ക് ഹൈ പ്രഷറിലേക്ക് കിട്ടുന്നു, ഹൈ പ്രഷറിലുള്ള ഫീഡ് വാട്ടർ വരുന്നു. ദെൻ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ പ്രഷർ ഇൻക്രീസ് ചെയ്യും കേട്ടോ. ദെൻ സൂപ്പർ ഹീറ്റർ സ്റ്റീം പറഞ്ഞു, ടർബൈൻ പറഞ്ഞു, ജനറേറ്റർ പറഞ്ഞു, കണ്ടൻസർ പറഞ്ഞു, അല്ലേ? എല്ലാ സെക്ഷൻ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. സോ ഇതാണ് അതിൻ്റെ ഒരു ഓവറോൾ ആയിട്ടുള്ള ഒരു ഫ്ലോ എന്ന് പറയുന്നത് കേട്ടോ. ഇനി ഇതിൻ്റെ ഓരോ പോർഷൻ്റെയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് കൃത്യമായിട്ട് പഠിക്കുക. കൊടുത്തിട്ടുള്ള എല്ലാ പോയിന്റും എന്ത് ചെയ്യണം, എഴുതിയെടുക്കണേ. ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാറുണ്ട്. കോൾ ആൻഡ് ആഷ് ഹാൻഡ്ലിംഗ് പ്ലാന്റ് നമ്മൾ കൽക്കരിയാണ് യൂസ് ചെയ്യുക. കോൾ ഈസ് ട്രാൻസ്പോർട്ടഡ് ടു ദി പ്ലാന്റ് ബൈ റോഡ് ഓർ റെയിൽ സ്റ്റോർഡ് ഇൻ ദി കോൾ സ്റ്റോറേജ് പ്ലാന്റ്. ദെൻ പൾവറൈസ് ചെയ്യും, അല്ലെ? പൾവറൈസ് ചെയ്യുക എന്ന് പറയുന്നത് എന്താണ്? പൊടിക്കുന്ന പരിപാടിയാണ് കേട്ടോ. പൾവറൈസ്ഡ് ഇൻ ഓർഡർ ടു ഇൻക്രീസ് ദി സർഫേസ് എക്സ്പോഷർ. ഇറ്റ് ഈസ് ദെൻ ഫെഡ് ടു ദി ബോയിലർ ബൈ ബെൽറ്റ് കൺവെയേഴ്സ്. ഓക്കെ, ബെൽറ്റ് കൺവെയർ എന്ന് പറയുന്നത് എന്താണ്? ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബെൽറ്റുകളായിരിക്കും കേട്ടോ. ഇതൊക്കെ ഇങ്ങനെ പോകുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെ മേലായിരിക്കും കോൾ ഉണ്ടാവുക. സോ അത് നമ്മുടെ ബോയിലറിലേക്ക് എത്തുന്നതായിരിക്കും, ഫർണസിലേക്ക് എത്തുന്നതായിരിക്കും. ആഷ് പ്രൊഡ്യൂസസ് ആഫ്റ്റർ ദി കംപ്ലീറ്റ് കമ്പഷൻ ഓഫ് കോൾ ഈസ് റിമോട്ട് ആഷ് ഇന്ത്യൻ കോൾ. ഇതൊക്കെ ഒന്ന് അറിഞ്ഞിരുന്നോ? ഇന്ത്യൻ കോൾ എന്ന് പറയുന്ന ഒരു നമ്മൾ സാധാരണ ഒരു ഗ്രേഡ് പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതിൻ്റെ ആഷ് കണ്ടന്റ് 20 മുതൽ 40% വരെയാണ്. നമ്മൾ സാധാരണയായിട്ട് തെർമൽ പവർ പ്ലാന്റിൽ യൂസ് ചെയ്യുന്ന കോൾ ഏത് ഗ്രേഡാണെന്ന് ചോദിക്കാറുണ്ട്. അത് ബിറ്റുമിനസ് കോളാണ് കേട്ടോ. ബിറ്റുമിനസ് കോളാണ്. എന്തുകൊണ്ടായിരിക്കും? അതിൽ ആഷ് കണ്ടന്റ് കുറവാണ് കേട്ടോ. കാരണം എന്താ, നമുക്ക് വലിയ ടൺ കണക്കിന് ആഷ് ഉണ്ടാവും ഈ കോള് കത്തിക്കുന്ന സമയത്ത്. സോ ഈ ആഷ് ഡിസ്പോസൽ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സോ നമ്മൾ യൂസ് ചെയ്യുന്നത് മിനിമം ആഷ് കണ്ടന്റ് ഉള്ള കോളായിരിക്കും. ദെൻ ഇവിടെ ഓരോ കോളിൻ്റെയും ഗ്രേഡ് കൊടുത്തിട്ടുണ്ട്. പീറ്റ്, ഫസ്റ്റ് സ്റ്റേജ് ഇൻ ദി പ്രോസസ് ഓഫ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് ബറീഡ് വെജിറ്റേഷൻ ഇൻ ടു കോൾ. ഓക്കെ, ഏറ്റവും ലോ ഗ്രേഡ് ആയിട്ടുള്ള കോളിൻ്റെ പേരാണ് പീറ്റ്, ലിഗ്നൈറ്റ്, ബിറ്റുമിനസ് ഒക്കെ നമ്മളങ്ങനെ പഠിച്ചിട്ടുണ്ട് അല്ലേ? മോയ്സ്ചർ കണ്ടന്റ് വളരെ കൂടുതലായിരിക്കും കേട്ടോ. മോയ്സ്ചർ കണ്ടന്റ് 60 to 90% ആണെന്ന് മനസ്സിലാക്കുക. അത് എൻതാൽപ്പി ഓഫ് കമ്പഷൻ ഈസ് 3000 kJ/kg കേട്ടോ. ഈ എൻതാൽപ്പി ഓഫ് കമ്പഷൻ എന്ന് പറയുന്നത് കത്തിക്കുന്ന സമയത്ത് പുറത്തേക്ക് വരുന്ന എനർജിയാണ് കേട്ടോ. എൻതാൽപ്പി എന്ന് പറയുന്നത് ഇന്റേണൽ എനർജിയാണ്. ഓക്കെ, കമ്പഷന്റെ സമയത്ത് പുറത്തേക്ക് വിടുന്ന എനർജി എത്രത്തോളം ഉണ്ട്, അത് എത്രയാണ്? 1 kilogram കത്തിക്കുന്ന സമയത്ത് 3000 kJ പുറത്തേക്ക് വരുന്നു. ഇത് നോർമലി ഒരു ലോ വാല്യൂ ആണ് കേട്ടോ. ഇതിലും കൂടുതലാണ് ബാക്കിയുള്ള ഗ്രേഡുകൾക്ക് മനസ്സിലാക്കുക. ദെൻ കാർബൺ കണ്ടന്റ് വളരെ കുറവാണ് അല്ലേ? യെസ്, മോയ്സ്ചർ കണ്ടന്റ് കൂടുതലാണെങ്കിൽ കാർബൺ കണ്ടന്റ് കുറവായിരിക്കും, സ്വാഭാവികമാണ്. ദെൻ ഏറ്റവും സ്റ്റാൻഡേർഡ് കുറഞ്ഞ ഗ്രേഡ് കുറഞ്ഞ കോളാണ് പീറ്റ് എന്ന് ഞാൻ പറഞ്ഞു. അതുകൊണ്ട് തന്നെ 5 to 20% കേട്ടോ. ഇതൊക്കെ ഒന്ന് ഓർത്ത് വെക്കണേ. ദെൻ ലിഗ്നൈറ്റ്, മോയ്സ്ചർ കണ്ടന്റ് 30 to 50% ആണ്. ദെൻ 20 to 40% കാർബൺ കണ്ടന്റ് ഉണ്ട്. സോ ഇതിനേക്കാളും കാർബൺ കണ്ടന്റ് കൂടുതലാണ് അല്ലേ ലിഗ്നൈറ്റ്. ദെൻ എൻതാൽപ്പി ഓഫ് കമ്പഷൻ കുറച്ചുകൂടി ഒന്ന് കൂടി. ദെൻ ബിറ്റുമിനസ് കോൾ, നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്യുക ബിറ്റുമിനസ് കോളാണ്. മോയ്സ്ചർ കണ്ടന്റ് കുറവാണ്. വൈഡ്ലി യൂസ്ഡ് ഫോർ പവർ പ്ലാന്റ്. ഓക്കെ, എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇതിലും ഗ്രേഡ് കൂടിയ സാധനം ഉണ്ട്. പക്ഷേ എന്താ, കോസ്റ്റ് ഒക്കെ നമ്മൾ നോക്കണ്ടേ? യെസ്, സോ നമുക്ക് കുറച്ചുകൂടി എക്കണോമിക്കലായിട്ടും അതേപോലെ മറ്റ് സാഹചര്യങ്ങളൊക്കെ ഒത്തുവരുന്നതുമായിട്ടുള്ള കോൾ എന്താണ്? ബിറ്റുമിനസ് കോളാണെന്ന് ഓർത്ത് നോക്കുക. പവർ പ്ലാന്റുകളൊക്കെ യൂസ് ചെയ്യുന്നത് ബിറ്റുമിനസ് ആണ്. 60 to 80% കാർബൺ കണ്ടന്റ്, 6 to 10% ആഷ് കണ്ടന്റ്. എൻതാൽപ്പി ഓഫ് കമ്പഷൻ എന്താ? 23,000 to 34,000 kJ/kg. നെക്സ്റ്റ് സെമി ബിറ്റുമിനസ് ഉണ്ട്. ഹയസ്റ്റ് ഗ്രേഡ് ഓഫ് ബിറ്റുമിനസ് കോള്, എൻതാൽപ്പി ഓഫ് കമ്പഷൻ കൊടുത്തിട്ടുണ്ട്. ദെൻ വോളറ്റൈൽ മാറ്റർ 14 to 22%. അതായത് കത്തിക്കുന്ന സമയത്ത് വോളറ്റൈലായിട്ട് ഇങ്ങനെ ആവിയായിട്ട് പോകുന്ന പാർട്ട് എത്രയാണ്? ഈ 14 to 22%. ഈ വോളറ്റൈൽ മാറ്റർ തന്നെയാണ് കേട്ടോ ഏകദേശം ഈ പറയുന്ന വെജിറ്റേഷൻ എന്ന് പറയുന്നത്. അതായത് ഈ കോളിൻ്റെ സബ്സ്റ്റുവൻസ് എന്താ? ഈ അവശിഷ്ടങ്ങളും ജൈവാവശിഷ്ടങ്ങളും അല്ലെ, പ്ലാന്റിന്റെ പാർട്ടുകളൊക്കെ അല്ലേ. സോ അതൊക്കെയാണ് ഈ കോള് കത്തുന്ന സമയത്ത് ഇങ്ങനെ ബേൺ ആയിട്ട് പോവുക, വോളറ്റൈലായിട്ട് പോവുക. ഓക്കെ, ഞാൻ സെമി ആന്ത്രസൈറ്റ്, ഏറ്റവും ക്വാളിറ്റി കൂടിയത് ആന്ത്രസൈറ്റ് ആണ് കേട്ടോ. ഏറ്റവും ക്വാളിറ്റി കൂടിയത് ആന്ത്രസൈറ്റ് ആണ്. ചിലപ്പോൾ എന്ത് ചെയ്യും, ക്ലാസിഫിക്കേഷൻ പറയുന്ന സമയത്ത് അവർ സെമി ആന്ത്രസൈറ്റ്, സൂപ്പർ ആന്ത്രസൈറ്റ് എന്നൊക്കെ പറയാറുണ്ട്. സോ ഇങ്ങനെ പഠിച്ചു വെക്കുക. ആന്ത്രസൈറ്റ് ആണ് ഏറ്റവും ക്വാളിറ്റി കൂടിയിട്ടുള്ള കോൾ എന്ന് മനസ്സിലാക്കുക. ഏറ്റവും കൂടുതൽ കാർബൺ കണ്ടന്റ് ഒക്കെ ഉള്ളത് ഏതാണ്? ആന്ത്രസൈറ്റ് ആണ്. ഹാർഡർ ദാൻ ബിറ്റുമിനസ്, കോസ്റ്റ്ലിയർ, ഹയസ്റ്റ് കാർബൺ കണ്ടന്റ് ഉണ്ടോ, ഹയസ്റ്റ് കലോറിഫിക് വാല്യൂ. കലോറിഫിക് വാല്യൂ എന്ന് പറയുന്നത് എന്താ? അത് പുറത്തേക്ക് വിടുന്ന എനർജി, അതിൽ അടങ്ങിയിട്ടുള്ള എനർജി കണ്ടന്റിനെ പറയുന്ന ഒരു ടേമാണ് കലോറിഫിക് വാല്യൂ എന്ന് പറയുന്നത്. ദെൻ എൻതാൽപ്പി ഓഫ് കമ്പഷൻ എന്താ? കുറച്ചുകൂടി കൂടുതലാണ്. ദെൻ സൂപ്പർ ആന്ത്രസൈറ്റ് കോൾ, വെരി ഹാർഡ് ഷൈനി ബ്ലാക്ക് അപ്പിയറൻസ്. ഓക്കെ, അതിനേക്കാളും കുറച്ചുകൂടി ഗ്രേഡ് കൂടിയതാണ് സൂപ്പർ ആന്ത്രസൈറ്റ്. അപ്പം ഏറ്റവും കൂടുതൽ കലോറിഫിക് വാല്യൂ കൂടിയതും കാർബൺ കണ്ടന്റ് കൂടിയതും ആന്ത്രസൈറ്റ് ആണെന്ന് മനസ്സിലാക്കണേ.
യെസ്. നെക്സ്റ്റ് ബോയിലർ. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം? ഡിവൈസ് വേർ വാട്ടർ ഈസ് കൺവേർട്ടഡ് ഇൻ ടു സ്റ്റീം ബൈ യൂട്ടിലൈസിങ് ദി ഹീറ്റ് ഓഫ് കമ്പഷൻ. വെള്ളത്തിനെ സ്റ്റീമായിട്ട് മാറ്റുന്ന പാർട്ട് ഏതാണോ അതിൻ്റെ പേരാണ് ബോയിലർ. 2 ടൈപ്പ് ബോയിലേഴ്സാണ് നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്യുക. എന്താണ്? വാട്ടർ ട്യൂബ് ബോയിലർ, ദെൻ ഫയർ ട്യൂബ് ബോയിലർ. വളരെ ഈസിയാണ് ഇവരെ ഐഡൻറ്റിഫൈ ചെയ്യാൻ. വാട്ടർ ട്യൂബ് ബോയിലറിൻ്റെ കേസിൽ ട്യൂബിൻ്റെ അകത്ത് വാട്ടറാണ്. ഇനി ഫയർ ട്യൂബ് ബോയിലറിൻ്റെ കേസിൽ ട്യൂബിനകത്ത് ഫയറാണ്. ഓക്കെ, അത് മനസ്സിലാക്കുക. എന്താ അറിയോ, ഇവിടെ നമ്മൾ വെള്ളം ചൂടാക്കാൻ വേണ്ടിയിട്ടുള്ള പൈപ്പ് ഇതേപോലെ ഇങ്ങനെ ട്യൂബായിട്ടാണ് ഉണ്ടാവുക കേട്ടോ. ഇതേപോലെ ഇങ്ങനെ ട്യൂബായിട്ടാണ് ഉണ്ടാവുക. ആ ട്യൂബിൽ കൂടി നമ്മൾ എന്ത് ചെയ്യും? വാട്ടർ കടത്തി വിടും കേട്ടോ. വാട്ടർ കടത്തി വിടും. സോ ട്യൂബിനകത്ത് വാട്ടറും ആണെങ്കിൽ അത് വാട്ടർ ട്യൂബ് ബോയിലറാണ്. ട്യൂബിനകത്ത് ഫയർ ആണെങ്കിൽ അത് ഫയർ ട്യൂബ് ബോയിലറാണ്. സോ വാട്ടർ ട്യൂബ് ബോയിലറിൽ എന്താ ഉണ്ടാവുക? യെസ്, ട്യൂബിനകത്ത് വാട്ടർ ഉണ്ട്, പുറത്ത് നമ്മളിങ്ങനെ ഫയർ കൊടുക്കും കേട്ടോ. ഫയർ അപ്ലൈ ചെയ്യും, അതായത് ഹീറ്റ് അപ്ലൈ ചെയ്യും. അപ്പോൾ എന്ത് സംഭവിക്കും? യെസ്, അപ്പോൾ ഈ ട്യൂബിനകത്തുള്ള വാട്ടർ ഹീറ്റ് ആവും അല്ലേ? സോ അത് കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. വെള്ളം ട്യൂബിനകത്തും ഫയർ പുറത്തുമാണെങ്കിൽ അത് വാട്ടർ ട്യൂബ് ബോയിലറാണ് കേട്ടോ. യെസ്, വാട്ടർ ഫ്ലോസ് ത്രൂ ദി ട്യൂബ്, ഹോട്ട് കമ്പഷൻ ഗ്യാസസ് ഫ്ലോ ഓവർ ദീസ് ട്യൂബ്. അതായത് തീ കത്തിച്ചിട്ട് ഈ ഫയർ അല്ലെങ്കിൽ ഈ തീയിൽ നിന്നും പുറത്തു വരുന്ന ആ ഒരു എന്താ പറയുക, ഫ്ലൂ ഗ്യാസസ് കേട്ടോ. ഈ കമ്പഷൻ ഗ്യാസസ് ട്യൂബിന് പുറത്തുവാണെങ്കിൽ ആ കമ്പഷൻ ഗ്യാസസ് ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ ട്യൂബിനകത്തുള്ള വെള്ളം ചൂടാവുക. അങ്ങനെയാണെങ്കിൽ അത് വാട്ടർ ട്യൂബ് ബോയിലറാണ്. സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നത് വാട്ടർ ട്യൂബ് ബോയിലറാണ്. മാക്സിമം പ്രഷർ അപ് ടു 17.5 kg/cm² കേട്ടോ. സോ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഫയർ ട്യൂബ് ബോയിലറിനേക്കാളും പ്രഷർ കൂടുതലായിട്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റുക എവിടെയാണ്? വാട്ടർ ട്യൂബ് ബോയിലറിലാണ്. അതൊരു പോയിന്റ് ആണ്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ഫയർ ട്യൂബ് ബോയിലർ. ഹോട്ട് കമ്പഷൻ ഗ്യാസസ് ഫ്ലോ ത്രൂ ദി ട്യൂബ്. ട്യൂബിനകത്ത് ഫയർ ആണെങ്കിൽ അത് ഫയർ ട്യൂബ് ബോയിലർ. വാട്ടർ ഈസ് സറൗണ്ടഡ് ബൈ ഫയർ ട്യൂബ്. പ്രഷർ അപ് ടു 10 kg/cm². നെക്സ്റ്റ് സൂപ്പർ ഹീറ്റർ. എന്താണ് സൂപ്പർ ഹീറ്റർ? ഞാൻ നേരത്തെ പറഞ്ഞു അല്ലേ, നമ്മുടെ ബോയിലറിൽ നിന്നും പുറത്തേക്ക് വരുന്ന സ്റ്റീം അതിനെ സൂപ്പർ ഹീറ്റഡ് സ്റ്റീം ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഉപാധിയാണ് സൂപ്പർ ഹീറ്റർ. ഓക്കെ, സൂപ്പർ ഹീറ്റർ. സോ നോക്കിയാലോ, ഡിവൈസ് വിച്ച് റൈസസ് ദി ടെമ്പറേച്ചർ ഓഫ് ദി സ്റ്റീം മച്ച് എബോവ് ദി ബോയിലിംഗ് പോയിന്റ് ഓഫ് ദി വാട്ടർ. ഓക്കെ, ദെൻ ഇതിലെ ഓരോ പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. സൂപ്പർ ഹീറ്റർ ഹീറ്റ് ഈസ് ടേക്കൺ ഫ്രം ഫ്ലൂ ഗ്യാസ്. എവിടെ നിന്നാണ് സൂപ്പർ ഹീറ്ററിലേക്കുള്ള ഹീറ്റ് എടുക്കുന്നത്? അത് ഫ്ലൂ ഗ്യാസിൽ നിന്നാണ്. ഇറ്റ് ഈസ് പ്ലേസ്ഡ് ബിറ്റ്വീൻ ബോയിലർ ആൻഡ് ടർബൈൻ. ഓക്കെ, ബോയിലറിനും ടർബൈനും ഇടയിലല്ലേ സൂപ്പർ ഹീറ്റർ വെച്ചിട്ടുള്ളത്? അത് കോമൺ സെൻസ്. എന്തുകൊണ്ടാണ്? യെസ്, ബോയിലറിന് സ്റ്റീം വരുന്നുണ്ട്, അപ്പോൾ അതിനെ ഒന്ന് സൂപ്പർ ഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സൂപ്പർ ഹീറ്റർ വെക്കുന്നത് അല്ലേ? സോ അതെന്തായാലും ഏതിനിടയിലായിരിക്കണം? ബോയിലറിനും ടർബൈനും ഇടയിലായിരിക്കണം കേട്ടോ. ഈ മെയിൻ വാൾവൊന്നും നമ്മളെ പിക്ചറിൽ വരില്ല കേട്ടോ. ഇത് ഇത്ര മാത്രമേ വേണ്ടൂ. ടർബൈനും ബോയിലറും അതിനകത്ത് സൂപ്പർ ഹീറ്റർ കേട്ടോ. ഇതൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്. ഇതൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ്. അതുകൊണ്ടാണ് ഞാൻ അവിടെ സ്ട്രെസ് ചെയ്ത് പറയുന്നത്. ഇറ്റ് ഇംപ്രൂവ്സ് എഫിഷ്യൻസി ഓഫ് ദി പ്ലാന്റ് അല്ലേ? സ്വാഭാവികമായിട്ടും അതിൻ്റെ ടെമ്പറേച്ചർ കൂട്ടുന്നുണ്ട്. അപ്പം നമുക്ക് നിലവിൽ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു 100 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് ആദ്യം ഒരു ഇത്ര കിലോ, ഒരു X കിലോഗ്രാം സ്റ്റീം വേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതിനെ സൂപ്പർ ഹീറ്റ് ചെയ്തെന്ന് വിചാരിച്ചോ. അപ്പോൾ ഇതേ 100 യൂണിറ്റ് എനിക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പം X വേണ്ടി വരില്ല, ചിലപ്പോൾ ഒരു X/2 ഒക്കെ വേണ്ടി വരുള്ളൂ. ഓക്കെ, അത്രയും സ്റ്റീം മതിയാവും. എന്തുകൊണ്ടാണ്? ഞാനത് സൂപ്പർ ഹീറ്റഡ് സ്റ്റീമാണ് യൂസ് ചെയ്തിട്ടുള്ളത് അല്ലേ? യെസ്. ഇറ്റ് ക്യാൻ റെഡ്യൂസ് ദി സ്റ്റീം കൺസംഷൻ പെർ ഗിവൺ ഔട്ട്പുട്ട്. കണ്ടോ, സ്റ്റീം കുറച്ച് മതിയാവും. ഇൻക്രീസസ് ടെമ്പറേച്ചർ എബവ് 500 ഡിഗ്രി സെൽഷ്യസ് കേട്ടോ. അതായത് ഒരു 500, 600 പോലെയുള്ള റേഞ്ചസിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം? ഈ സൂപ്പർ ഹീറ്റർ വെച്ചിട്ട് ടെമ്പറേച്ചർ കൂട്ടാം. നെക്സ്റ്റ് എക്കണോമൈസർ. ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ നിങ്ങൾ സ്ട്രെസ് ചെയ്യേണ്ട പോയിന്റ്, എക്കണോമൈസർ എന്തിനെയാണ് ചൂടാക്കുന്നത്? അത് ഫീഡ് വാട്ടറിനെയാണ് ചൂടാക്കുന്നത്. മനസ്സിലാക്കാം കേട്ടോ. അപ്പോൾ വാട്ടറിനെ ഹീറ്റ് ചെയ്യാനുള്ളതാണ് എക്കണോമൈസർ. ചില ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. എക്കണോമൈസർ ഈസ് യൂസ്ഡ് ടു ഇൻക്രീസ് ദി ടെമ്പറേച്ചർ ഓഫ് ഫീഡ് വാട്ടർ, ഇൻക്രീസ് ദി ടെമ്പറേച്ചർ ഓഫ് ഇൻകമിങ് എയർ, അങ്ങനെയൊക്കെ കൊടുക്കും കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യണം? നിങ്ങൾ കറക്റ്റായിട്ട് പിക്ക് ചെയ്യണം. സോ ഫീഡ് വാട്ടറിനെ ഹീറ്റ് ചെയ്യുന്നതാണ് എക്കണോമൈസർ. കൺസിസ്റ്റ് ഓഫ് ക്ലോസ്ലി സ്പേസ്ഡ് പാരലൽ ട്യൂബ് ത്രൂ വിച്ച് ഫീഡ് വാട്ടർ ഓൺ ഇറ്റ്സ് വേ ടു ബോയിലർ ഫ്ലോസ് ആൻഡ് ദി ഫ്ലൂ ഗ്യാസസ് ഫ്ലോ ഔട്ട്സൈഡ് ദി ട്യൂബ്. കണ്ടോ, ഫ്ലൂ ഗ്യാസസ് ആണ് അതിന് വേണ്ടിയിട്ടുള്ള ടെമ്പറേച്ചർ ഇതും കൊടുക്കുന്നത്. മനസ്സിലാക്കാം കേട്ടോ. എക്കണോമൈസറിലേക്കുള്ള ചൂട്, ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാണ്? പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണ്? അത് ഫ്ലൂ ഗ്യാസസ് ആണ്. സം ഓഫ് ദി ഹീറ്റ് എനർജി ഓഫ് ദി ഫ്ലൂ ഗ്യാസസ് ഈസ് റിക്കവേർഡ് ബൈ ഹീറ്റിംഗ് ദി ഫീഡ് വാട്ടർ കേട്ടോ. നമുക്ക് എന്ത് ചെയ്യാം? ഈ ചുമ്മാ പുറത്തേക്ക് തള്ളിക്കളയുന്ന ഫ്ലൂ ഗ്യാസസിൻ്റെ ടെമ്പറേച്ചർ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം. ഇൻക്രീസസ് ബോയിലർ എഫിഷ്യൻസി. ഓക്കെ, സോ ഇതൊക്കെ മനസ്സിലാക്കുക. ഇതൊക്കെ എഫിഷ്യൻസി കൂട്ടാനുള്ള ഒരു ഉപാധിയാണെന്ന് മനസ്സിലാക്കണേ. ഇൻക്രീസസ് ദി ടെമ്പറേച്ചർ ഓഫ് ഫീഡ് വാട്ടർ അബൌട്ട് 250 ഡിഗ്രി സെൽഷ്യസ് കണ്ടോ. അപ്പോൾ ഒരു റൂം ടെമ്പറേച്ചറിലൊക്കെയുള്ള നമ്മുടെ നോർമൽ വാട്ടറിൻ്റെ ടെമ്പറേച്ചർ 250 വരെയൊക്കെ ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഗുണം എന്താ?
ഓൾറെഡി ബോയിലറിലേക്ക് കൊണ്ടുപോയിട്ട് ബോയിലറിൽ കത്തിക്കുന്ന തീയുടെ ആ ഒരു ഹീറ്റ് നമുക്കിവിടെ ആവശ്യമില്ല. ഓൾറെഡി ഹീറ്റഡ് ആയിട്ടുള്ള പ്രീ ഹീറ്റഡ് ആയിട്ടുള്ള വാട്ടറാണ് അകത്തേക്ക് പോകുന്നത്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് എയർ പ്രീ ഹീറ്റർ. പേരിൽ തന്നെയുണ്ട് ഇൻകമിംഗ് ആയിട്ടുള്ള എയറിനെ പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ. യെസ്, ഇറ്റ് ഇൻക്രീസസ് ദി ടെമ്പറേച്ചർ ഓഫ് എയർ സപ്ലൈഡ് ഫോർ കോൾ ബേണിംഗ് ബൈ ഡ്രൈവിംഗ് ഹീറ്റ് ഫ്രം ഫ്ലൂ ഗ്യാസ്. അപ്പോൾ ഇതിൻ്റെ ഹീറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് ആരാ? അതും ഫ്ലൂ ഗ്യാസ് തന്നെയാണ്. എയർ ഈസ് ഡ്രോൺ ഫ്രം അറ്റ്മോസ്ഫിയർ. നമ്മൾ അറ്റ്മോസ്ഫിയറിൽ നിന്നും എയർ എടുക്കുന്നു അല്ലേ. ബൈ എ ഫോഴ്സ്ഡ് ഡ്രോട്ട് ഫാൻ. ഇത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. FD ഫാൻ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതെന്താണെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. എയർ ഈസ് പാസ്ഡ് ത്രൂ എയർ പ്രീ ഹീറ്റർ ബിഫോർ സപ്ലൈയിങ് ടു ദി ബോയിലർ പ്ലേസ്ഡ് ബിറ്റ്വീൻ എക്കണോമൈസർ ആൻഡ് ചിമ്മിനി. ഓക്കെ, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻക്രീസസ് ദി ടെമ്പറേച്ചർ ഓഫ് എയർ അബൌട്ട് 250 to 350 ഡിഗ്രി സെൽഷ്യസ് ഇംപ്രൂവ്സ് ബോയിലർ എഫിഷ്യൻസി. അപ്പോൾ നമ്മുടെ ബോയിലറിലേക്ക് കൊടുക്കേണ്ട എയർ നമ്മൾ പ്രീ ഹീറ്റ് ചെയ്തിട്ട് കൊടുക്കുന്നു. അപ്പോൾ അത് എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായകരമാകുന്നു. അതിനാവശ്യമായിട്ടുള്ള ടെമ്പറേച്ചർ എടുക്കുന്നത് ഫ്ലൂ ഗ്യാസിൽ നിന്നാണ്. എയർ നമ്മൾ അറ്റ്മോസ്ഫിയറിൽ നിന്നും ഫ്രഷ് എയർ നമ്മൾ വലിച്ചെടുക്കുന്നു. അത് വലിച്ചെടുക്കുന്നത് ഫോഴ്സ്ഡ് ഡ്രോട്ട് ഫാൻ വഴിയാണ് അല്ലേ. യെസ്. ദെൻ സ്റ്റീം ടർബൈൻ. നമ്മൾ കഴിഞ്ഞ ഹൈഡ്രോയിൽ ടർബൈൻസിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് കാണാത്തവരാണെങ്കിൽ ആ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ടർബൈനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നിലവിൽ സ്റ്റീം ടർബൈൻ്റെ 2 ക്ലാസിഫിക്കേഷൻ നമുക്കിവിടെ കാണാം. അപ്പോൾ ചുമ്മാ പേരൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും. സ്റ്റീം ടർബൈൻ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഓക്കെ ഇതെനിക്ക് അറിയാവുന്ന സാധനമാണ്. പക്ഷേ എ റൊട്ടേറ്റിംഗ് മെഷീൻ വിച്ച് കൺവേർട്ട് ദി എനർജി കണ്ടെയ്ൻഡ് ഇൻ ദി സ്റ്റീം ഇൻ ടു മെക്കാനിക്കൽ എനർജി. എക്സാമിന് ഇതിൻ്റെ ഡെഫിനേഷൻ ഒക്കെ ചോദിച്ചിട്ട് ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ എന്ത് ചെയ്യും, തെറ്റും. സോ സ്റ്റീമിൻ്റെ എനർജി അല്ലേ, എനർജി കണ്ടെയ്ൻഡ് ഇൻ ദി സ്റ്റീമിനെ മെക്കാനിക്കൽ എനർജിയിലേക്ക് കൺവേർട്ട് ചെയ്യുക. അതാണ് സ്റ്റീം ടർബൈൻ്റെ ധർമ്മം എന്ന് പറയുന്നത്. സ്റ്റീം അറ്റ് ഹൈ പ്രഷർ എക്സ്പാൻസ് ഇൻ ദി ടർബൈൻ ആൻഡ് ഡ്രൈവ്സ് ദി ജനറേറ്റർ. സോ 2 ടൈപ്പ് ഓഫ് ടർബൈൻ ആണുള്ളത്. ഇമ്പൾസ് ടർബൈന്, അതേപോലെ റിയാക്ഷൻ ടർബൈൻ. ഇമ്പൾസ് ടർബൈൻ്റെ പ്രത്യേകത എന്താ? സ്റ്റീം എക്സ്പാൻസ് കംപ്ലീറ്റ്ലി ഇൻ ദി സ്റ്റേഷനറി നോസിൽ ഓർ ഫിക്സഡ് ബ്ലേഡ്. നമ്മുടെ സ്റ്റീം ഇങ്ങനെ ഒരു നോസിൽ വഴിയാണ് പുറത്തേക്ക് വരിക. ഓക്കെ, ആ നോസിൽ വഴി പുറത്തേക്ക് വരുന്ന സ്റ്റീം എന്ത് ചെയ്യും, അത് എക്സ്പാൻഡ് ചെയ്യുന്നത് മുഴുവനായിട്ടും എക്സ്പാൻഡ് ചെയ്യുന്നത് ഒന്നുകിൽ നോസിലിൽ വെച്ച് തന്നെ അല്ലെങ്കിൽ ബ്ലേഡിൽ വെച്ച് തന്നെ കേട്ടോ. നിങ്ങൾ വിചാരിക്കും വേറെ എവിടെ നിന്നാണ് എക്സ്പാൻഡ് ചെയ്യാനുള്ള ഒരു പരിപാടി എന്താ, വേറെ എവിടെ നിന്നായിരിക്കും എക്സ്പാൻഡ് ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ ഉള്ളത്? യെസ്, ഇങ്ങനെ സ്റ്റീം ടർബൈനിൽ കൂടി റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യാം, ആ റൊട്ടേഷൻ്റെ സമയത്ത് വേണമെങ്കിലും എന്ത് ചെയ്യാം, എക്സ്പാൻഡ് ചെയ്യാം. പക്ഷേ മനസ്സിലാക്കുക, നോസിൽ നിന്ന് തന്നെ ഒന്നിലും എക്സ്പാൻഡ് ചെയ്യും, അല്ലെങ്കിൽ ബ്ലേഡിൽ തട്ടുന്ന സമയത്ത് തന്നെ എക്സ്പാൻഡ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ അത് ഇമ്പൾസ് ടർബൈൻ ആണെന്ന് മനസ്സിലാക്കുക കേട്ടോ. യെസ്, പ്രഷർ ഓവർ ദി മൂവിങ് ബ്ലേഡ് റിമൈനിങ് കോൺസ്റ്റന്റ്. ആ റൊട്ടേഷൻ്റെ സമയത്തുള്ള പ്രഷർ കോൺസ്റ്റന്റ് ആണെന്ന് മനസ്സിലാക്കുക, ഇമ്പോർട്ടൻറ്റ്. സ്റ്റീം അറ്റൈൻസ് എ ഹൈ വെലോസിറ്റി ആൻഡ് ഇംപിഞ്ചസ് അഗെയിൻസ്റ്റ് ദി മൂവിങ് ബ്ലേഡ് റിസൾട്ട് ഇൻ ഇമ്പൾസീവ് ഫോഴ്സ് ഓൺ ദി മൂവിങ് ബ്ലേഡ് കേട്ടോ. അപ്പോൾ ഇമ്പൾസ് ടർബൈൻ്റെ അകത്ത് എന്താ, ഒരു ഇമ്പൾസീവ് ഫോഴ്സ് ആണ് ഉണ്ടാവുക. അതായത് ഹൈ പ്രഷറിൽ വരുന്ന വെള്ളം ഒരു സ്ഥലത്ത് വന്ന് പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യപ്പെടുന്നു. സോ ആ ഒരു ഇമ്പൾസീവ് ഫോഴ്സ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ആ ഒരു സമയത്ത്, ആ ഒരു മൊമെന്റിലുള്ള ആ ഒരു എനർജി കൺവേർഷൻ അവിടെ തന്നെ തീരുന്നു. ഒരിക്കലും റൊട്ടേഷൻ്റെ സമയത്ത് ഒരു എനർജി ചേഞ്ച് ഇല്ല എന്ന് മനസ്സിലാക്കുക. Entire pressure of water is converted into kinetic energy in a nozzle and jet thus formed drives the wheel. Okay. Entire pressure എന്ത് ചെയ്യും, entire pressure of water എന്ത് ചെയ്യും, kinetic energy ആയിട്ട് കൺവേർട്ട് ചെയ്യും. എവിടെ വെച്ച് തന്നെ, നോസിലിൽ വെച്ച് തന്നെ. ഓക്കെ, നോസിൽ വെച്ച് തന്നെ അത് കൈനറ്റിക് എനർജി ആയിട്ട് മാറും. ദെൻ അങ്ങനെ ഫോം ചെയ്യപ്പെടുന്ന ജെറ്റ് എന്ത് ചെയ്യും, നമ്മുടെ വീലിനെ റൊട്ടേറ്റ് ചെയ്യിക്കുകയാണെങ്കിൽ, വീലിനെ ഡ്രൈവ് ചെയ്യിക്കുകയാണെങ്കിൽ അത് ഇമ്പൾസ് ടർബൈൻ ആണെന്ന് മനസ്സിലാക്കുക കേട്ടോ. ദെൻ റിയാക്ഷൻ ടർബൈൻ എന്താ വ്യത്യാസം? സ്റ്റീം ഈസ് പാർഷ്യലി എക്സ്പാൻഡഡ് ഇൻ ദി സ്റ്റേഷനറി നോസിൽ, റിമൈനിങ് എക്സ്പാൻഷൻ ടേക്ക് പ്ലേസ് ഡ്യൂറിംഗ് ദി ഫ്ലോ ഓവർ ദി മൂവിംഗ് ബ്ലേഡ്. അതായത് നമ്മുടെ സ്റ്റീം സ്റ്റേഷനറി നോസിൽ നിന്ന് പാർഷ്യലി എക്സ്പാൻഡ് ചെയ്യും. അതായത് നോസിൽ നിന്നും ബ്ലേഡിലേക്ക് പോകുന്ന സമയത്ത് ഒരു ചെറിയ പോർഷൻ ഓഫ് സ്റ്റീം എക്സ്പാൻഡ് ചെയ്യും. ബാക്കി എക്സ്പാൻഷൻ നടക്കുന്നത് എപ്പോഴാണ്? യെസ്, നമ്മുടെ റൊട്ടേഷൻ ഇല്ലേ, നമ്മുടെ ടർബൈൻ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്തായിരിക്കും ബാക്കിയുള്ള എക്സ്പാൻഷൻ നടക്കുക എന്ന് മനസ്സിലാക്കുക. റിമൈനിങ് എക്സ്പാൻഷൻ ടേക്ക് പ്ലേസ് ഡ്യൂറിംഗ് ഇറ്റ്സ് ഫ്ലോ ഓവർ ദി മൂവിംഗ് ബ്ലേഡ്. ഓക്കെ, മൂവിംഗ് ബ്ലേഡിൽ കൂടിയുള്ള ആ ഒരു റൊട്ടേഷൻ സമയത്തായിരിക്കും ബാക്കിയുള്ള എക്സ്പാൻഷൻ നടക്കുക. റിസൾട്ട് ഇൻ ദാറ്റ് ദി മൊമെന്റം ഓഫ് സ്റ്റീം കോസസ് എ റിയാക്ഷൻ ഫോഴ്സ് ഓൺ ദി മൂവിംഗ് ബ്ലേഡ്. ഓക്കെ, സോ ഇവിടെ ഒരു ഇമ്പൾസീവ് ഫോഴ്സ് അല്ല, ഒരു റിയാക്ഷൻ ഫോഴ്സ്. ഓക്കെ, ഒരു റിയാക്ഷൻ ഫോഴ്സ് ആണ് ഇവിടെ ഉണ്ടാവുക. ദാറ്റ് കോസസ് ദി റോട്ടർ ടു റൊട്ടേറ്റ്. സോ വാട്ടർ പ്രഷർ കമ്പൈൻഡ് വിത്ത് ഇറ്റ്സ് വെലോസിറ്റി വർക്ക് ഓൺ ദി റണ്ണർ. ഓക്കെ, സോ വാട്ടർ പ്രഷറും അതിൻ്റെ കൂടെ ആ ഒരു റൊട്ടേഷൻ്റെ വെലോസിറ്റി എന്ത് ചെയ്യും,
യെസ്, ഇതിൻ്റെ റണ്ണറിൻ്റെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായകമാകും, ഓർത്ത് വെക്കുക. A runner is placed directly in the water stream, allowing water to flow over the blade rather than striking each individually. Reaction turbines are generally used for strikes for lower head high flow. റിയാക്ഷൻ ടർബൈൻസ് നമ്മൾ സാധാരണ യൂസ് ചെയ്യുക ലോ ഹെഡ് ആപ്ലിക്കേഷനിലാണ്. ഏതൊക്കെയാണ് റിയാക്ഷൻ ടർബൈനുകൾ? കപ്ലാൻ അല്ലേ, കപ്ലാനും ഫ്രാൻസിസും ആണ് നമ്മൾ പഠിക്കുന്ന റിയാക്ഷൻ ടർബൈൻസ്. ദെൻ ഇമ്പൾസ് ടർബൈൻസ് ഏതൊക്കെയാണ്? ഇമ്പൾസ് ടർബൈൻ എന്ന് പറയുന്നത് പെൽട്ടൺ ടർബൈൻ ആണ്. നമ്മൾ ഹൈ ഹെഡിനാണ് യൂസ് ചെയ്യുക. നമ്മൾ ഇതൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടേ. ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് എന്നുള്ളൊരു വീഡിയോ ഉണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യുക, അത് പോയി കാണാം. ഞാൻ വേണമെങ്കിൽ താഴെ ഒന്ന് പിൻ ചെയ്യാം കേട്ടോ. യെസ്, ദെൻ ഈ രണ്ട് ടർബൈനും വേറെ തരത്തിലും ഒരു ഡെഫിനേഷൻ വരാറുണ്ട്. സോ ഈ രീതിയിലും ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് കൂടി ഒന്ന് അറിഞ്ഞിരിക്കുക. ഇമ്പൾസ് ടർബൈൻ, ടൈപ്പ് ഓഫ് ടർബൈൻ ഇൻ വിച്ച് ഓൺലി കൈനറ്റിക് എനർജി ഓഫ് വാട്ടർ. ഓക്കെ, ഇമ്പൾസീവ് ഫോഴ്സ് മാത്രമാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിന് പറയുന്ന പേര് ഇമ്പൾസ് ടർബൈൻ. ഓക്കെ, അതായത് ടൈപ്പ് ഓഫ് ടർബൈൻ ഇൻ വിച്ച് ഓൺലി കൈനറ്റിക് എനർജി മാത്രമാണ്, ഇമ്പൾസീവ് ഫോഴ്സ് മാത്രമാണ് യൂട്ടിലൈസ് ചെയ്യുന്നതെങ്കിൽ, ടർബൈൻ റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തുന്നതെങ്കിൽ അത് ഇമ്പൾസ് ടർബൈൻ. ദെൻ നമ്മുടെ കൈനറ്റിക് എനർജിയുടെ കൂടെ തന്നെ പ്രഷർ എനർജിയും ഉണ്ടെങ്കിൽ, ഓക്കെ, കൈനറ്റിക് എനർജിയും പ്രഷർ എനർജിയും ഉണ്ടെങ്കിൽ എന്താണ് അത്? റിയാക്ഷൻ ടർബൈൻ. ഓക്കെ, അത് റിയാക്ഷൻ ടർബൈൻ എന്ന് ഓർത്ത് വെക്കുക. സോ ഇതുകൂടി ഒന്ന് ഓർമ്മിച്ച് വെക്കണേ, ഇമ്പോർട്ടൻ്റ് ആണ്. യെസ്, ദെൻ കണ്ടൻസർ. കണ്ടൻസർ എന്ന് പറയുന്നത് എന്താ? പേര് പോലെ തന്നെ കണ്ടൻസ് ചെയ്യുക അല്ലേ. ഇത് കണ്ടൻസേഴ്സ് ദി സ്റ്റീം അറ്റ് ദി എക്സോസ്റ്റ് ഓഫ് ദി ടർബൈൻ. ഓക്കെ, സോ ടർബൈനിൽ നിന്നും പുറത്തേക്ക് വരുന്ന ആ ഒരു സ്റ്റീമിനെ കണ്ടൻസ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ധർമ്മം. ഇത്ര മാത്രം ചോദിക്കാറുട്ടോ, ഇതിൻ്റെ അപ്പുറമൊന്നും പോകാറില്ല. It creates very low pressure at the exhaust of the turbine, thus permitting the expansion of steam in the prime mover to a very low pressure. This helps in converting heat energy of steam into mechanical energy in the prime mover. ഒരു കാര്യം മനസ്സിലാക്കുക, ഇതുണ്ടോ ഓക്കെ, ഹൈ പ്രഷറിലും ഹൈ ടെമ്പറേച്ചറിലുള്ള സ്റ്റീം എന്ത് ചെയ്യുന്നു? ടർബൈനിൽ വന്ന് പതിക്കുന്നു അല്ലേ, ടർബൈനിൽ വന്ന് പതിക്കുന്നു. സോ ഇവിടെ ഹൈ പ്രഷറിലാണ്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഹൈ പ്രഷറിലുള്ള സ്റ്റീമാണ്. ആ സ്റ്റീം എന്ത് ചെയ്യുന്നു അറിയോ? ടർബൈനിൽ പതിക്കുന്നതോട് കൂടിയിട്ട് എക്സ്പാൻഡ് ചെയ്യും കേട്ടോ, എക്സ്പാൻഡ് ചെയ്യുന്നു. അപ്പോൾ എക്സ്പാൻഡ് ചെയ്യുന്ന ആ ഒരു ടർബൈനിൽ പതിക്കുന്ന ആ ഒരു വെള്ളം, അതാണ് നമ്മുടെ ടർബൈൻ ബ്ലേഡുകളെ അത്രയും സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യുന്നത്. നിങ്ങളിവിടെ നോക്കിയേ, ഇത്രയും ഹൈ പ്രഷറും ഹൈ ടെമ്പറേച്ചറിലുള്ള സ്റ്റീമല്ലേ, ഹൈ ടെമ്പറേച്ചറിലുമാണ് അല്ലേ. ഇനി കണ്ടൻസർ എന്ന് പറയുന്നത് എന്താ? ഏറ്റവും ടെമ്പറേച്ചർ, ലോവസ്റ്റ് ടെമ്പറേച്ചർ. ഓക്കെ, ഈ ഒരു പവർ പ്ലാന്റിൽ ലോവസ്റ്റ് ടെമ്പറേച്ചർ വരുന്ന ഒരു പാർട്ടാണ് ഇവിടെ കണ്ടൻസർ എന്ന് പറയുന്നത്. ഒന്ന് നോക്കിയേ, ടർബൈനിൽ നിന്നും പുറത്തേക്ക് വരുന്ന വെള്ളം എന്ന് പറയുന്നത് നല്ല ടെമ്പറേച്ചറിലായിരിക്കും അല്ലേ. കാരണം ഈ ടർബൈൻ കറക്കാൻ ആവശ്യമായിട്ടുള്ള ടെമ്പറേച്ചറും പ്രഷറും ഈ പറയുന്ന വെള്ളത്തിനുണ്ട്. പക്ഷേ അതിൻ്റെ മുഴുവൻ നമുക്ക് ഈ പറയുന്ന ടർബൈനിൽ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി പറ്റുമോ? ഇല്ല, വളരെ കുറച്ച്. ഞാൻ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഏകദേശം ഒരു 30%, ഒരു 20 to 30% മാത്രമേ നമുക്ക് എനർജി ഇവിടെ കൺവേർഷൻ നടക്കുകയുള്ളൂ അല്ലേ. നമ്മൾ വിചാരിക്കുന്നുണ്ട് ഈ സൂപ്പർ ഹീറ്റ് സ്റ്റീമിൻ്റെ മാക്സിമം ഈ ടർബൈനിൽ ഉപയോഗപ്പെടുത്തണമെന്ന്. പക്ഷേ എന്താ, ഇല്ല. ടർബൈനെ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ വെള്ളം എന്ത് ചെയ്യും? പുറത്തേക്ക് വരും അല്ലേ. ഇനി ഇവിടെയുള്ള എനർജി ഗ്യാപ്പ് വളരെ കൂടുതലാണ്. ഇതിൻ്റെ ഇൻലെറ്റിലേക്ക് വരുന്ന വെള്ളത്തിന് വളരെയധികം എനർജിയും പുറത്തേക്ക് വരുന്ന വെള്ളം എന്ന് പറയുമ്പോൾ യെസ്, ടർബൈനിൽ ഉപയോഗപ്പെടുത്തിയതിന് ശേഷം പുറത്തേക്ക് വരുന്ന വെള്ളമാണ്, അത് വേസ്റ്റായിട്ട് പോവാണ് അല്ലേ. അപ്പോൾ നമ്മൾ ഇത്രയും ചൂടാക്കിയ, ഇത്രയും പ്രഷറിലേക്ക് ആക്കിയ വെള്ളം നമുക്ക് മുഴുവനായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി പറ്റുമോ? ഇല്ല. മുഴുവനായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടെങ്കിൽ ഈ ടർബൈനിൽ നിന്ന് പുറത്തേക്ക് വരുന്ന വെള്ളം തന്നെ എന്തായിരിക്കണം? കോൾഡ് ആയിരിക്കണം. ഓക്കെ, ഫുൾ എനർജി നമ്മളിവിടെ യൂട്ടിലൈസ് ചെയ്തിരിക്കണം. അതായത് ഇതിലെ ചൂട് മുഴുവൻ നമ്മളിവിടെ ഉപയോഗപ്പെടുത്തിയാൽ മാത്രമേ നമുക്ക് പറയാൻ വേണ്ടി പറ്റുള്ളൂ ഈ സൂപ്പർ ഹീറ്റർ സ്റ്റീം നമ്മൾ മുഴുവൻ യൂട്ടിലൈസ് ചെയ്തു. പക്ഷെ അങ്ങനെയാണോ? അല്ല. ടർബൈനിൽ നിന്ന് പുറത്തേക്ക് വരുന്ന വെള്ളവും എന്താണ്? ഒരു ഹീറ്റഡ് ആയിട്ടുള്ള രീതിയിൽ തന്നെ ആയിരിക്കും. സോ ആ ഒരു പോയിന്റ് ഇവിടെയുണ്ട്. ആ ഒരു പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. യെസ്, അതാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. എഫിഷ്യൻസി ഓഫ് സ്റ്റീം പവർ പ്ലാന്റ് വളരെ കുറവാണ്. ഓക്കെ, നമ്മൾ സാധാരണയായിട്ട് ഒരു സ്റ്റീം പവർ പ്ലാന്റിൻ്റെ എഫിഷ്യൻസി 29%, 30% എന്നൊക്കെയാണ് പറയാറ്. എക്സാമിനേഷനിൽ 29% എന്ന് എടുത്തു പറയാറുണ്ട് കേട്ടോ. സോ ഈ എഫിഷ്യൻസി കുറയാനുള്ള സാധ്യത എന്തായിരിക്കും? എന്തുകൊണ്ടായിരിക്കും സ്റ്റീം പവർ പ്ലാന്റിൻ്റെ എഫിഷ്യൻസി ഇത്രയും കുറയാൻ കാരണം? യെസ്, അവിടെ നമുക്ക് ഹീറ്റ് ലോസ് ഉണ്ടാവുന്നു. നമ്മൾ സൂപ്പർ ഹീറ്റഡ് ചെയ്തിട്ടുള്ള ഈ സ്റ്റീം ടർബൈനിൽ പതിപ്പിക്കുന്നു. അതിനുശേഷം പുറത്തേക്ക് വരുന്ന വെള്ളം ഫുൾ വേസ്റ്റ്, അട്ടർ വേസ്റ്റ് അല്ലേ, വേസ്റ്റായിട്ട് പോവുകയാണ് ചെയ്യുന്നത്. The efficiency of steam power plant is low due to the huge amount of heat loss at the condenser and heat losses at various stages of the plant. Okay, so main ആയിട്ട് ഹീറ്റ് ലോസ് അറ്റ് കണ്ടൻസറിൽ ഉള്ള ഹീറ്റ് ലോസ് ആണ് ഏറ്റവും കൂടുതലായിട്ട് ഈ പറയുന്ന എഫിഷ്യൻസി കുറയാൻ വേണ്ടി കാരണം. കാരണം എന്താ? യെസ്, പുറത്തേക്ക് വരുന്ന വെള്ളം നമ്മൾ കണ്ടൻസറിൽ കൂടി തണുപ്പിച്ച് വിടുകയാണ് ചെയ്യുന്നത്. അത്രയും കഷ്ടപ്പെട്ട് ചൂടാക്കിയ വെള്ളം നമ്മൾ തണുപ്പിച്ച് വിടുകയാണ് ചെയ്യുന്നത് അല്ലേ. സോ ഇതൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. ഹീറ്റ് ലോസ് അറ്റ് കണ്ടൻസർ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, ഒന്ന് ഓർത്ത് വെക്കുക.
ദെൻ കണ്ടൻസറിന്റെ വേറൊരു ഉപയോഗം എന്ന് പറയുന്നത് ഒരു ലോ പ്രഷർ ക്രിയേറ്റ് ചെയ്യുക. ടർബൈനിന്റെ ഔട്ട്ലെറ്റിൽ ഒരു ലോ പ്രഷർ ക്രിയേറ്റ് ചെയ്യുക. അതിന്റെ ഭാഗമായിട്ട് ഈ സ്റ്റീമിനെ എക്സ്പാൻഡ് ചെയ്യുക എന്നുള്ളതും കണ്ടൻസറിന്റെ ഒരു ഉപയോഗം തന്നെയാണ്. അപ്പോൾ ഈ എക്സ്പാൻഷൻ നടക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഹീറ്റ് എനർജി കറക്റ്റായിട്ട് നമുക്ക് ഉപയോഗപ്പെടുത്താൻ വേണ്ടി പറ്റും അല്ലേ. സോ കണ്ടൻസറിന്റെ ഉപയോഗം എന്ന് പറയുന്നത് അതുകൂടിയാണ്. എക്സ്പാൻഷൻ, സ്റ്റീമിന്റെ എക്സ്പാൻഷൻ സാധ്യമാക്കുക എന്നുള്ളതും കണ്ടൻസറിന്റെ ഒരു ഉപയോഗമാണ്. ഓക്കെ, ദി കണ്ടൻസർഡ് സ്റ്റീം ക്യാൻ ബി യൂസ്ഡ് ആസ് ഫീഡ് വാട്ടർ ടു ദി ബോയിലർ, ഇംപ്രൂവ്സ് പവർ പ്ലാന്റ് എഫിഷ്യൻസി. ഓക്കെ, അതുകൂടി ഓർത്ത് നോക്കുക. പവർ പ്ലാന്റ് എഫിഷ്യൻസി കൂട്ടാനും കണ്ടൻസർ കാരണമാകുന്നു. ദെൻ ജനറേറ്റർ, നമ്മൾ സാധാരണയായിട്ട് സ്റ്റീം പവർ പ്ലാന്റിൽ യൂസ് ചെയ്യുന്നത് ഹൈ സ്പീഡ് ജനറേറ്റേഴ്സ് ആണ്. 3000 RPM മുതൽ 1500 RPM ഒക്കെ, അതൊക്കെയാണ് സാധാരണയായിട്ടുള്ള സ്പീഡ് എന്ന് പറയുന്നത്. പക്ഷേ ഹൈഡ്രോ ആണെങ്കിൽ ഒരു 375 അല്ലെങ്കിൽ ഇതിൻ്റെ ഡബിൾ എത്രയാ 750 ആ സ്പീഡിലായിരിക്കും റൊട്ടേറ്റ് ചെയ്യുക കേട്ടോ. മിക്കവാറും ഉണ്ടാവും 375 ആയിരിക്കും റൊട്ടേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ 500 RPM റൊട്ടേറ്റ് ചെയ്യുക. ഹൈഡ്രോയിൽ സ്പീഡ് കുറവായിരിക്കും എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. സ്റ്റീം പവർ പ്ലാന്റ്, തെർമൽ പവർ പ്ലാന്റിൽ ഹൈ സ്പീഡിലായിരിക്കും റൊട്ടേഷൻ ഉണ്ടാവുക കേട്ടോ. ദെൻ ഇത് വളരെ വലിയ മെഷീൻസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? ചിലപ്പം എക്സൈറ്റേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു DC ജനറേറ്റേഴ്സ് വെക്കേണ്ടി വരും. ചെറിയ പോണി മോട്ടോഴ്സും ഒക്കെ നമ്മൾ ചിലപ്പം വെക്കേണ്ടി വരും. അതൊന്ന് ഓർത്ത് വെക്കുക. എക്സൈറ്റേഴ്സ് നമ്മൾ ചിലപ്പം വെക്കേണ്ടി വരും കേട്ടോ. അതുകൂടി ഇതിൻ്റെ കൂടി ഒന്ന് ഓർത്ത് വെക്കുക. നെക്സ്റ്റ് ഇലക്ട്രോസ്റ്റാറ്റിക് പ്രിസിപ്പിറ്റേറ്റേഴ്സ്. ഓക്കെ, ഞാൻ പറഞ്ഞു ചിമ്മിനിയിൽ കൂടി നമ്മൾ പുറത്തേക്ക് ഈ പറയുന്ന ഫ്ലൂ ഗ്യാസസ് പുറത്തേക്ക് വിടും. പക്ഷേ ഈ ഫ്ലൂ ഗ്യാസസിൽ കുറേ പുകപടലങ്ങളും അല്ലെ കരിയും ഒക്കെ ഉണ്ടാവും അല്ലേ. സോ അത് അന്തരീക്ഷത്തിലേക്ക് ചുമ്മാ കടത്തി വിട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അത് പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഈ ഫ്ലൂ ഗ്യാസസിലുള്ള ഡസ്റ്റ് പാർട്ടിക്കിൾസ്, പൊടി പടലങ്ങൾ നമ്മൾ എന്ത് ചെയ്യും? കറക്റ്റായിട്ട് പുറത്തേക്ക് പോകുന്നില്ല എന്ന് ഉറപ്പ് വരുത്തും. അത് ക്യാച്ച് ചെയ്യും. എന്നിട്ട് ഈ കരിയും പുകയും അല്ലെങ്കിൽ എന്താണ് ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഒഴിവായിട്ടുള്ള ഫ്ലൂ ഗ്യാസസ് മാത്രമേ പുറത്തേക്ക് വിടുകയുള്ളൂ. അപ്പോൾ ആ ഡസ്റ്റ് പാർട്ടിക്കിൾസിനെ ക്യാച്ച് ചെയ്യാനുള്ള ഒരു ഉപാധിയാണ് ഇലക്ട്രോസ്റ്റാറ്റിക് പ്രിസിപ്പിറ്റേറ്റേഴ്സ്. യൂസ് ടു റിമൂവ് fine dust particles from the flue gas which is connected to high DC voltage about 30 kV. നമ്മൾ ഈ പറയുന്ന ഡസ്റ്റ് പാർട്ടിക്കിൾസിനെ ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വെക്കുന്ന ഒരു ഉപാധിയാണ് ഇലക്ട്രോസ്റ്റാറ്റിക് പ്രിസിപ്പിറ്റേറ്റേഴ്സ്. ഇറ്റ് പ്ലേസ്ഡ് ബിറ്റ്വീൻ കമ്പഷൻ ചേമ്പർ ആൻഡ് ചിമ്മിനി. ഓക്കെ, കമ്പഷൻ ചേമ്പറിനും ചിമ്മിനിക്കും ഇടയിലാണ് ഇലക്ട്രോസ്റ്റാറ്റിക് പ്രിസിപ്പിറ്റേറ്റർ വെക്കുന്നുണ്ടാവുക. അതിവിടെ ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് ഈ പറയുന്ന ഡസ്റ്റ് പാർട്ടിക്കിൾസിനെ അട്രാക്ട് ചെയ്യും കേട്ടോ. അട്രാക്ട് ചെയ്യും. ഇവിടെ ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് പ്രിൻസിപ്പിളാണ് യൂസ് ചെയ്യുന്നത്. 2 ഇലക്ട്രോഡ്സ് ഉണ്ടാകും. അതിൽ ഈ പറയുന്ന ഡസ്റ്റ് പാർട്ടിക്കിൾസിനെ ഈ ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ക്യാച്ച് ചെയ്യാൻ വേണ്ടി പറ്റും. അതാണ് ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള സംഭവം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് മനസ്സിലാക്കുക. എന്തിനാണ് ഇലക്ട്രോസ്റ്റാറ്റിക് പ്രിസിപ്പിറ്റേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത് മനസ്സിലാക്കുക. അതിൻ്റെ ഈ വോൾട്ടേജ് ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. പിന്നെ അതിൻ്റെ പ്ലേസ്മെൻറ്റും ഓർത്ത് വെക്കുക. ഇനി ഡ്രോട്ട് സിസ്റ്റം. ഓക്കെ, ഡ്രോട്ട് സിസ്റ്റം, ഡ്രാഫ്റ്റ് സിസ്റ്റം എന്നൊക്കെ പറയാറുണ്ട്. ഡ്രോട്ട് സിസ്റ്റം. ഓക്കെ, yes, in a boiler combustion of fuel requires supply of sufficient quantity of air and removal of exhaust gas. It is achieved by draught system. അതായത് നമുക്ക് ഫാനില്ലേ, ഫാന് തന്നെയാണ് ഈ ഡ്രോട്ട് എന്ന് പറയുന്നത്. ഒരു പ്രഷറിൻ്റെ ഒരു ഡിഫറൻസ് നമ്മൾ എവിടെയോ ഉണ്ടാക്കുന്നോ അതിന് നമ്മൾ പറയുന്നവരാണ് ഡ്രോട്ട് കേട്ടോ. സോ ഒരു ബോയിലറിൻ്റെ അകത്ത് നമുക്ക് കമ്പഷൻ ഓഫ് ഫ്യൂൽ വേണ്ടി വരും. ആ സമയത്ത് നമുക്ക് എയർ ഇൻടേക്ക് വേണ്ടേ? അതിന് നമ്മൾ ഡ്രോട്ട് യൂസ് ചെയ്യും. ദെൻ എക്സോസ്റ്റ് ഗ്യാസ് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു എക്സോസ്റ്റ് ഫാൻ വെക്കേണ്ടി വരില്ലേ? അതിന് നമുക്കൊരു ഡ്രോട്ട് വേണ്ടി വരും. സർക്കുലേഷൻ ഓഫ് എയർ ഈസ് കോസ്ഡ് ബൈ ഡിഫറൻസ് ഇൻ പ്രഷർ നോൺ ആസ് ഡ്രോട്ട്. സോ ഡിഫറൻസ് ഇൻ പ്രഷർ അതിന് പറയുന്ന പേരാണ് ഡ്രോട്ട്. അതിൻ്റെ ടെക്നിക്കൽ നെയിമാണ് ഡ്രോട്ട്. ഡ്രോട്ട് ഈസ് ദി ഡിഫറൻസ് ഇൻ പ്രഷർ ബിറ്റ്വീൻ 2 പോയിന്റ് അറ്റ്മോസ്ഫിയർ ആൻഡ് ഇൻസൈഡ് ദി ബോയിലർ. ഓക്കെ, അതുകൂടി ഒന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ സോ 2 ടൈപ്പ് ഡ്രോട്ട് ഉണ്ട്. നാച്ചുറൽ ഡ്രോട്ടും ആർട്ടിഫിഷ്യൽ ഡ്രോട്ടും. ഓക്കെ, ഓർത്ത് വെക്കുക. നാച്ചുറൽ ഡ്രോട്ട് എന്ന് പറയുന്നത് എന്താ? സ്വാഭാവികമായിട്ട് ഈ ഒരു പ്രഷർ ഡിഫറൻസ് കൊണ്ട് നമ്മുടെ എയറിന് ഒരു മൂവ്മെന്റ് ഉണ്ടാവുകയാണെങ്കിൽ അതിന് പറയുന്നവരാണ് നാച്ചുറൽ ഡ്രോട്ട്. ഓക്കെ, സാധാരണയായിട്ട് ചിമ്മിനി അല്ലേ, ചിമ്മിനിയിൽ നടക്കുന്നത് എന്താ? ചിമ്മിനിയിൽ കൂടി എങ്ങനെ എയർ പുറത്തേക്ക് പോവുക? ചൂടായ എയർ അല്ലേ, ചൂടായ എയറിന് പൊതുവെ വെയിറ്റ് കുറവായിരിക്കും കേട്ടോ. തണുത്ത എയറിനായിരിക്കും വെയിറ്റ് കൂടുതൽ ഉണ്ടാവുക. ചൂട് ആയിട്ടുള്ള എയറിന് വെയിറ്റ് കുറവായിരിക്കും. അപ്പോൾ സംഭവിക്കുന്നത് എന്താ? ആ ചൂടായ എയർ ഓട്ടോമാറ്റിക്കായിട്ട് നാച്ചുറലായിട്ട് മുകളിലേക്ക് പോകും. സോ അതിനാണ് നമ്മൾ നാച്ചുറൽ ഡ്രോട്ട് എന്ന് പറയുക, അല്ലെ ചിമ്മിനി എന്ന് പറയുക കേട്ടോ. സ്വാഭാവികമായിട്ട് എയറിനൊരു ടെൻഡൻസി ഉണ്ട്. അത് ഹീറ്റ് ചെയ്യപ്പെടുന്ന സമയത്ത്, ചൂടാവുന്ന സമയത്ത് അതിൻ്റെ വെയിറ്റ് കുറയും, ഡെൻസിറ്റി കുറയും. സോ അത് പതുക്കെ മുകളിലേക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് പോകും, നാച്ചുറൽ ആയിട്ട് പോകും. അതിന് പറയുന്നവരാണ് നാച്ചുറൽ ഡ്രോട്ട്. ഇനി ഈ പറയുന്ന എയർ മൂവ്മെന്റ് അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു പ്രഷർ ഡിഫറൻസ് നമ്മൾ ആർട്ടിഫിഷ്യൽ ആയിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ അതിന് പറയുന്നവരാണ് ആർട്ടിഫിഷ്യൽ ഡ്രോട്ട്. അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ആർട്ടിഫിഷ്യൽ ഡ്രോട്ട് 2 ടൈപ്പാണ്. ഇൻഡ്യൂസ്ഡ് ഡ്രോട്ട്, ദെൻ ഫോഴ്സ്ഡ് ഡ്രോട്ട് കേട്ടോ. അത് രണ്ടും ആർട്ടിഫിഷ്യൽ ഡ്രോട്ടിൻ്റെ അകത്തേക്ക് വരുന്ന പോയിന്റാണ്. ഇപ്പം നാച്ചുറൽ ഡ്രോട്ട് എന്താണെന്ന് പറഞ്ഞാലോ, എ ഡ്രോട്ട് പ്രൊഡ്യൂസ്ഡ് ബൈ എ ചിമ്മിനി ഡ്യൂ ടു ദി ഡിഫറൻസ് ഓഫ് ഡെൻസിറ്റീസ് ബിറ്റ്വീൻ ദി ഹോട്ട് ഗ്യാസസ് ഇൻസൈഡ് ദി ചിമ്മിനി ആൻഡ് കോൾഡ് അറ്റ്മോസ്ഫിയറിക് എയർ ഔട്ട്സൈഡ് ഇറ്റ്. ഓക്കെ,
ഫാൻ ഈസ് ആബ്സെൻറ്റ്. മനസ്സിലാക്കുക, നാച്ചുറൽ ഡ്രോട്ടിൻ്റെ കേസിൽ നമുക്കൊരു എക്സ്റ്റേണൽ ഫാൻ കൊടുത്തിട്ട് അവിടെ ഒരു കൃത്രിമമായിട്ടൊരു ഡ്രോട്ട് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. സ്വാഭാവികമായിട്ട് തന്നെ എയർ എന്ത് ചെയ്യും, പോയിക്കോളും കേട്ടോ. നമ്മൾ എവിടെയാണ് ഒരു എക്സോസ്റ്റ് ഗ്യാസ് വെക്കുക? നമുക്ക് ആർട്ടിഫിഷ്യലായിട്ട് എയറിനെ പുറന്തള്ളാനോ അല്ലെങ്കിൽ ഒരു ഫാൻ വെക്കുന്നത് എപ്പോഴാണ്? യെസ്, പുറത്തുനിന്ന് എയർ നമുക്ക് അകത്തേക്ക് സക്ക് ചെയ്തെടുക്കാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറയുന്ന ഫാന് ആർട്ടിഫിഷ്യലായിട്ട് വെക്കുക അല്ലേ. നോർമൽ കേസിലുള്ള എയർ ഫ്ലോന് നമ്മൾ ഈ പറയുന്ന ഫാന് വെക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ നാച്ചുറൽ ഡ്രോട്ടിൽ ഫാന് ഇല്ല എന്ന് മനസ്സിലാക്കുക. ഇനി ഈ ഒരു ഫിഗർ നിങ്ങൾ നോക്കിയേ. എയർ പ്രീ ഹീറ്ററിലേക്ക് എന്ത് ചെയ്യണം? നമ്മൾ എയർ സപ്ലൈ ചെയ്യണം അല്ലേ. ഇൻകമിങ് എയർ ആണ് ഇത്. അപ്പം ഇതിനൊന്ന് ചൂടാക്കണ്ടേ? യെസ്, അതിന് നമുക്ക് ഫ്ലൂ ഗ്യാസസ് ഉണ്ട്. സോ പുറത്തു നിന്ന് അകത്തേക്ക് എയർ പ്രീ ഹീറ്ററിലേക്ക് നമുക്ക് എയർ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഫോഴ്സ്ഡ് ഡ്രോട്ട് ഫാൻ ആണെന്ന് ഓർത്ത് വെക്കുക കേട്ടോ. അതായത് ഫോഴ്സ്ഡ് ഡ്രോട്ട് ഫാൻ വഴി നമ്മൾ ഫ്രഷ് എയർ, അതുകൂടി ഒന്ന് ഓർത്ത് വെക്കുക, ഫ്രഷ് എയർ നമ്മൾ എയർ പ്രീ ഹീറ്ററിന് അകത്തേക്ക് കൊടുക്കും. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ഫോഴ്സ്ഡ് ഡ്രോട്ട് ഫാനിൽ കൂടി അകത്തേക്ക് വരുന്ന എയർ എന്ത് എയർ ആണ്? അത് ഫ്രഷ് എയർ ആണ്. ഓക്കെ, ദെൻ എയർ പ്രീ ഹീറ്ററിന് ശേഷം ഹോട്ട് എയർ പുറത്തേക്ക് പോകും. ദെൻ ഈ ഫ്ലൂ ഗ്യാസസ് പുറത്തേക്ക് പോവില്ലേ? പുറത്തേക്ക് പോകുന്ന ഈ ഫ്ലൂ ഗ്യാസസിനെ ചിമ്മിനി വഴി നമുക്ക് പുറത്തേക്ക് കളയാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഫാൻ എന്താണ്? ഇൻഡ്യൂസ്ഡ് ഡ്രോട്ട് ഫാൻ കേട്ടോ. ഇൻഡ്യൂസ്ഡ് ഡ്രോട്ട് ഫാൻ വഴിയാണ് നമ്മൾ ഈ വേസ്റ്റ് ആയിട്ടുള്ള ഫ്ലൂ ഗ്യാസസ് അല്ലേ, ഓക്കെ, ഫ്ലൂ ഗ്യാസസ് നമ്മൾ എയർ പ്രീ ഹീറ്റർ യൂസ് ചെയ്തു, എന്നിട്ട് പുറത്തേക്ക് പോകേണ്ട ഈ ചൂടുള്ള ഫ്ലൂ ഗ്യാസസ് നമ്മൾ എന്ത് ചെയ്യും? ഇൻഡ്യൂസ്ഡ് ഡ്രോട്ട് ഫാൻ വഴിയാണ് പുറത്തേക്ക് കളയുക. സോ മനസ്സിലാക്കുക, ഇൻഡ്യൂസ്ഡ് ഡ്രോട്ട് ഫാൻ ഒരു എക്സോസ്റ്റ് ഫാനാണ്, പുറത്തേക്ക് കളയാൻ വേണ്ടിയിട്ടാണ്. ദെൻ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇൻഡ്യൂസ്ഡ് ഡ്രോട്ട് ഫാനിലെ എയറിന്റെ പ്രത്യേകത എന്താ? അത് ഹോട്ട് എയർ ആയിരിക്കും കേട്ടോ, ഹോട്ട് എയർ ആയിരിക്കും. ദെൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ മനസ്സിലാക്കാം. ഈ ഇൻഡ്യൂസ്ഡ് ഡ്രോട്ട് ഫാനിന്റെ മെയിൻ്റനൻസ് ഒക്കെ കൂടുതലായിരിക്കും. എന്തുകൊണ്ടാണ്? ഇവർ ഹാൻഡിൽ ചെയ്യുന്ന എയർ എന്ന് പറയുന്നത് ഹോട്ട് എയർ ആണ് അല്ലേ. സോ തുരുമ്പ് പിടിക്കാനും അതേപോലെ പാർട്ടുകൾ ഇങ്ങനെ പൊടിഞ്ഞു പോകാനൊക്കെ സാധ്യത കൂടുതലാണ്. സോ മെയിൻ്റനൻസ് വളരെ കൂടുതലായിരിക്കും ഇൻഡ്യൂസ്ഡ് ഡ്രോട്ട് ഫാനിൻ്റെ കേസിൽ. പക്ഷേ ഫോഴ്സ്ഡ് ഡ്രോട്ട് ഫാനിൻ്റെ കേസിൽ എന്താണ്? യെസ്, ഫ്രഷ് എയർ ആണ് നമ്മൾ സക്ക് ചെയ്ത് കൊടുക്കുന്നത് അല്ലേ, അകത്തേക്ക് കൊടുക്കുന്നത്. ഫോഴ്സ്ഡ് ഡ്രോട്ട് ഫാന് ഫ്രഷ് എയർ ആണ്. അതുകൊണ്ട് തന്നെ അതിലേക്കുള്ള പവർ സപ്ലൈ വളരെ കുറവായിരിക്കും, കുറഞ്ഞ പവർ സപ്ലൈ മതി, അതിൻ്റെ മെയിൻ്റനൻസ് ഒക്കെ കുറവായിരിക്കും. ഓക്കെ, ഫ്രഷ് എയറിന് സാധാരണയായിട്ട് ഡെൻസിറ്റി കൂടുതലായതുകൊണ്ട് തന്നെ, വെയിറ്റ് കൂടുതലായതുകൊണ്ട് തന്നെ ചെറിയ പവർ സപ്ലൈ മതി എന്നും കൂടി മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കുക. അതിൻ്റെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇൻഡ്യൂസ്ഡ് ഡ്രോട്ട് ഫാൻ നോർമലി ലൊക്കേറ്റഡ് അറ്റ് ദി ഔട്ട്ലെറ്റ് ബിറ്റ്വീൻ ദി ഡസ്റ്റ് കളക്ടർ ആൻഡ് ചിമ്നി. കണ്ടോ, പുറത്തേക്ക് വരുന്ന പ്രിസിപ്പിറ്റേറ്ററിന് ശേഷം, ഓക്കെ, അല്ലെങ്കിൽ ഡസ്റ്റ് കളക്ടറിന് ശേഷം ചിമ്നിക്കും ഇടയിലാണ് ഇൻഡ്യൂസ്ഡ് ഡ്രോട്ട് ഫാൻ നമ്മളിവിടെ വെച്ചിട്ടുള്ളത്. ഓക്കെ, ദെൻ ഇത് ഡീൽ ചെയ്യുന്നത് ഹോട്ട് എയർ ആണെന്ന് മനസ്സിലാക്കുക. ഫാൻ ടേക്ക് ഹോട്ട് ഫ്ലൂ ഗ്യാസസ് ഫ്രം ബോയിലർ ത്രൂ എ ഡസ്റ്റ് കളക്ടർ ആൻഡ് ഡെലിവർ ഇറ്റ് ടു ദി ചിമ്നി ഇൻ ടു ഓപ്പൺ അറ്റ്മോസ്ഫിയർ. ക്രിയേറ്റ് എ സക്ഷൻ ടു ഡിസ്ചാർജ് ദി ഗ്യാസസ് ഔട്ട് ആഫ്റ്റർ ദി കമ്പഷൻ ഫ്രം ദി ഫർണസ് അല്ലേ. ഇവിടെ നിന്നും നമ്മൾ എയർ സക്ക് ചെയ്ത് അകത്തേക്ക് കൊടുക്കുകയാണ് ചെയ്യുക. അത് ഓർത്ത് വെക്കുക. ബേൺഡ് ഗ്യാസസ് ആർ സക്ക്ഡ് ഔട്ട് ഓഫ് ദി ബോയിലർ സിൻസ് ID ഫാൻസ് ക്യാൻ ഹാൻഡിൽ ഹോട്ട് ഫ്ലൂ ഗ്യാസസ് സഫർ ഫ്രം കൊറോഷൻ. ഒക്കെ തുരുമ്പിനൊക്കെ സാധ്യതയുണ്ട്. എന്തുകൊണ്ടാണ്? ഹോട്ട് എയർ ആണ് നമ്മളിവിടെ ഹാൻഡിൽ ചെയ്യുന്നത്, ഹോട്ട് സ്റ്റീം ആണ് നമ്മളിവിടെ ഹോട്ട് ഫ്ലൂ ഗ്യാസസ് ആണ് നമ്മളിവിടെ ഹാൻഡിൽ ചെയ്യുന്നത്. നെക്സ്റ്റ് ഫോഴ്സ്ഡ് ഡ്രോട്ട് ഫാൻ എന്തിനാ ഉപയോഗിക്കുന്നത്? നമുക്ക് അകത്തേക്ക് അല്ലേ, നോക്കിയേ, അകത്തേക്ക് ബോയിലറിനകത്തേക്ക് എയർ കൊടുക്കാൻ വേണ്ടിയിട്ട് അല്ലേ, ഫർണസിനകത്തേക്ക് എയർ കൊടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഫോഴ്സ്ഡ് ഡ്രോട്ട് ഫാൻ. ഫ്രഷ് എയർ ആണ് ഇവിടെ ഹാൻഡിൽ ചെയ്യുന്നത്. കണ്ടോ, ടേക്സ് ഫ്രഷ് എയർ ഫ്രം അറ്റ്മോസ്ഫിയർ. ലോ മെയിൻ്റനൻസ് കറക്റ്റാണ്, ലെസ് പവർ മതി. എന്തുകൊണ്ടാണ്? കോൾഡ് എയർ ആണ്, ഒരു പൊതുവെ വെയിറ്റ് കൂടിയിട്ടുള്ള കോൾഡ് എയർ ആണ് നമ്മൾ അകത്തേക്ക് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഡെൻസിറ്റി കൂടുതലായതുകൊണ്ട് തന്നെ ചെറിയ പവറും കൊടുത്താൽ മതി എന്ന് ഓർത്ത് വെക്കുക കേട്ടോ. യെസ്, ദെൻ എഫിഷ്യൻസി ഓഫ് സ്റ്റീം ടർബൈൻ, സ്റ്റീം പവർ പ്ലാന്റ് ഓർത്ത് വെക്കുക. നിയർലി 29% ആണ് എഫിഷ്യൻസി സ്റ്റീം പവർ പ്ലാന്റിൽ നിന്ന് മനസ്സിലാക്കുക. ഓക്കെ അല്ലേ? ഇനി ഇങ്ങനെയും കൂടി ഒന്ന് ഓർത്ത് വെച്ചോ, ഒരു ഓവറോൾ എഫിഷ്യൻസി ഓഫ് എ സ്റ്റീം പവർ പ്ലാന്റ് എന്ന് പറയുന്നത് തെർമൽ എഫിഷ്യൻസി. ഓക്കെ, തെർമൽ എഫിഷ്യൻസി ഇൻടു ഇലക്ട്രിക്കൽ എഫിഷ്യൻസി കേട്ടോ. ഈ ഒരു ഡെഫിനേഷൻ കൂടി ഒന്ന് ഓർത്ത് വെച്ചോ. തെർമൽ എഫിഷ്യൻസി എന്ന് പറയുന്നത് എന്താ? നമ്മുടെ ബോയിലർ എഫിഷ്യൻസിയാണ് തെർമൽ എഫിഷ്യൻസി എന്ന് പറയുന്നത്. നമുക്ക് എന്ത് ചെയ്യാം? ഈ ഇവിടെ എഴുതാം കേട്ടോ. അപ്പോൾ തെർമൽ എഫിഷ്യൻസി എന്ന് പറയുന്നത് ബോയിലർ എഫിഷ്യൻസി കേട്ടോ, രണ്ടും സെയിം ആണ്. ഇനി ഈ ഇലക്ട്രിക്കൽ എഫിഷ്യൻസി നമുക്ക് എന്ത് ചെയ്യാം? അത് ടർബൈൻ എഫിഷ്യൻസി ഇൻടു ജനറേറ്റർ എഫിഷ്യൻസി എന്ന് പറയാം. ഓക്കെ, ടർബൈൻ എഫിഷ്യൻസി ഇൻടു ജനറേറ്റർ എഫിഷ്യൻസി. ഓക്കെ, ഈ രീതിയിലും പറയാം. സോ സപ്പോസ് ഇങ്ങനെ തന്നിട്ട് ഒരു
സ്റ്റീം പവർ പ്ലാന്റിൻ്റെ തെർമൽ എഫിഷ്യൻസി ഒരു 0.3യും ഇലക്ട്രിക്കൽ എഫിഷ്യൻസി 0.9 ആണെങ്കിൽ അതിൻ്റെ ഓവറോൾ എഫിഷ്യൻസി എത്ര? രണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, 0.27 അല്ലെങ്കിൽ 27% കിട്ടും അല്ലേ? സോ ഈ രീതിയിൽ ചിലപ്പോൾ ചോദിച്ചേക്കാം. അപ്പോൾ ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. ഓവറോൾ എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു ബോയിലർ എഫിഷ്യൻസി ഇൻറ്റു ടർബൈൻ ഇൻറ്റു ജനറേറ്റർ എഫിഷ്യൻസി എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇതൊക്കെ ഒരു പോയിൻ്റായിട്ട് എഴുതി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിരിക്കും. സോ ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കുക. സോ ഇതൊരു ലോങ് വീഡിയോ ആയിരുന്നു. പക്ഷേ തെർമൽ പവർ പ്ലാന്റിൽ, ഒരു സ്റ്റീം പവർ പ്ലാന്റിൽ വരുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഉറപ്പാണ് ഇനി ഈ ഒരു പാർട്ടിൽ നിന്ന് ഏതൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഇതിൻ്റെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിർബന്ധമായിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യണേ. യെസ്, നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നു എന്ന് അറിയുമ്പോൾ നമുക്ക് കുറച്ചുകൂടി സന്തോഷമായിരിക്കും. സോ അത്രയേ ഉള്ളൂ. സോ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ യെസ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക കേട്ടോ. യെസ്, ട്രേഡ്സ്മാൻ ഇലക്ട്രിക്കലിൻ്റെ എക്സാമുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ഫ്രീ കോഴ്സ് നമ്മളിവിടെ ഈ ഒരു ചാനലിൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പ്ലേലിസ്റ്റ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. നിരവധി സുഹൃത്തുക്കൾ അത് കൃത്യമായിട്ട് ഫോളോ ചെയ്ത് നോട്ട് എഴുതി ഈ കോഴ്സിൻ്റെ ഭാഗമായിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. തികച്ചും യൂസ്ഫുൾ ആയിരിക്കും, ഞാൻ ഉറപ്പ് തരാം. സോ അത്രയേ ഉള്ളൂ. നമുക്കിനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്